എല്ലാവർക്കും D4 ഡയാന വ്ലോഗിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പം നമ്മുടെ കലാജാതേന്റെ വ്ലോഗ് ഇപ്പൊ കലാജാത കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴാണ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങളും കൊണ്ട് നമുക്ക് ഭയങ്കര ബിസികൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഈ മെമ്മറീസ് ഒന്നും ഒരിക്കലും നമുക്ക് പോസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല ഗൈസ്. അതാണ് അതിന്റെ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടി തന്നെയാണ്. നമ്മുടെ കലാജാതയിൽ ഇത്രയും ദിവസം നമ്മൾ കലാജാതകളൊക്കെ ചെയ്തു അല്ലേ. അപ്പം ഈ ഒരു 10 ദിവസത്തെ കാര്യങ്ങളിൽ നമ്മൾ ഇത്രയും നാളിങ്ങനെ കടന്നു വന്നിട്ടും ഒരു വീഡിയോ പോലും മുഴുവനായിട്ട് നമുക്ക് ആരും എടുത്ത് തന്നിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അപ്പൊ ഈ കലാജാതേന്റെ വീഡിയോയിൽ നമ്മുടെ ഈ വ്ലോഗില് ഫുള്ള് വ്ലോഗ് വീഡിയോ ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ കലാജാതയിലെ സംഗീത ശില്പം, നാടകം, നാടൻപാട്ടൊക്കെ ഉണ്ട്. അത് ഫുള്ളായിട്ട് സ്കിറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങളിത് ഒരിക്കലും മിസ് ചെയ്യരുത്, കാണാൻ മറക്കരുത്. പിന്നെ വേറൊരു കാര്യം പറയാണ് ഞാൻ വന്നത്, വേറെ ഒന്നുമല്ല. നമ്മൾ ഏത് പാർട്ടിക്കാർ കലാജാതയ്ക്ക് വിളിച്ചാലും പ്രോഗ്രാമിന് വിളിച്ചാലും ഞങ്ങൾ പോകും. ഇതിപ്പോ നിങ്ങളൊരു പ്രോഗ്രാമിന്റെ രീതിയിൽ മാത്രം എടുക്കുക. ഇപ്പൊ നമ്മൾ 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ UDFന്റെ ഫ്ലാഷ് മോബിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ LDFന്റെ ആണ്. അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊരു പ്രോഗ്രാമിന്റെ രീതിയിൽ മാത്രം എടുക്കുക. ഏത് പാർട്ടി വിളിച്ചാലും ഞങ്ങള് പ്രോഗ്രാം ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോകും. അല്ലാതെ എല്ലാവർക്കും ചെയ്ത് കൊടുക്കില്ല. അങ്ങനത്തെ ഒരു പാഷ്വാലിറ്റി ഞങ്ങൾ ഒരിക്കലും വെക്കില്ല. നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആർക്ക് വേണമെങ്കിലും നമ്മൾ പോയിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത് പ്രോഗ്രാമിന്റെ രീതിയിൽ മാത്രം എടുക്കാന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഇനി ബാക്കി വ്ലോഗ് കണ്ട് ആസ്വദിക്കൂ ഗൈസ്. ഹലോ ഗൈസ്, എല്ലാവർക്കും D4 ഡയാന വ്ലോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പം നമ്മുടെ ഏപ്രിൽ 3-ാം തീയതിയാണ് ഇന്നല്ലേ മമ്മ. ഇനി ആകെ 2 ദിവസം കൂടെയാണ് നമ്മുടെ ഈ സാധനം നോക്കാം. ഇത് ഗായ്സ്, അപ്പോൾ ഒരു മെയിൻ സ്വിച്ച് ഓഫ് ആക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ ഈ കർട്ടൻ ഇല്ലേ, ഇത് ഈ സാധനത്തിൽ നമുക്ക് ആക്കി കഴിഞ്ഞാൽ വെളിച്ചം വരും. യെസ്, വെളിച്ചം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മളിന്ന് പുതിയൊരു വീട്ടിലാണ് നമ്മൾ നമ്മളിന്നലെ രാത്രി നമ്മളിപ്പോൾ കൂടോത്തുമ്പൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമുക്കിവിടെ ഇരുന്ന പരിപാടി 3 സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ യൂണിഫോം ഇടുകയാണ്. ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഒരുങ്ങിക്കൊണ്ടിരിക്കുവാണല്ലേ അമ്മേ, നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ നമ്മൾ ടീഷർട്ട് ഇട്ടു. അപ്പോൾ ഒരു ലൈറ്റ് ഓഫ് ആക്കി ആ സാധനം കൊണ്ട് 1 മിനിറ്റ് കഴിച്ച് എനിക്കിപ്പോട്ടാ അമ്മേ. രാവിലെ മുതൽ വീഴാൻ പോക്ക് ഞാൻ വീഴാൻ പോകുന്ന തന്നെ എൻ്റെ കൈസ് ഒന്നും പറയണ്ട. അതെ, ഇവിടെ അടുത്ത് ജീൻസ് എടുത്തിട്ടുണ്ട്. അവിടെ യൂണിഫോം എല്ലാവർക്കും അറിയാലോ. അപ്പം നമ്മുടെ കലാജാത തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ കലാജാത 10 ദിവസമായിരുന്നു അല്ലേ അമ്മേ. അപ്പം ഇന്ന് 8 ആയിട്ടുണ്ട്. നാളത്തെ കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്കാണ് ഗൈസ് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര പെട്ടെന്ന് ദിവസങ്ങൾ പോയതെന്ന്. ഏപ്രിൽ 3-ാം തീയതി 5-ാം തീയതി അല്ലേ, നമ്മുടെ 25-ാം തീയതി നമ്മൾ വന്നതാണ്. 2 ദിവസം പ്രാക്ടീസ്, പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഫുള്ള് നമുക്ക് പ്രോഗ്രാം. അപ്പോൾ ഇത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സോക്സ് തോന്നില്ല, ഒരു കാലിലിട്ട് വെച്ചു. ഇനി അടുത്ത കാലിത് ഇടാൻ വേണ്ടി പോവാണ്. അമ്മേ, ഇന്നത്തെ പരിപാടി എന്തായാലും ഇവിടുത്തെ അടിപൊളിയായിരുന്നു. ഹൈസ്കൂളിലെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ അല്ലേ മമ്മേ. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, നമ്മൾ പുരോഗമന കലാസാഹിത്യ സംഘം വയനാട് ജില്ലാ കമ്മിറ്റി അണിയിച്ചൊരുക്കിയ 6 ദിവസങ്ങളിൽ കേട്ട് പഠിച്ചു നന്മയുടെ തുടർച്ച എന്നാണ് നമ്മുടെ കലാജാതയുടെ പേര് അല്ലേ മമ്മേ. കലാജാതയുടെ പേര് നന്മയുടെ തുടർച്ചയാണ്. അപ്പോൾ അതിൻ്റെ കലാജാതയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. കലാജാത മാത്രമല്ല, സംഗീത ശില്പമുണ്ട്, പിന്നെ നാടൻപാട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് പോകുമ്പോൾ നമ്മുടെ പനമരം, ഞാൻ പഠിച്ച സ്കൂള് പനമരത്താണ്, +1 അപ്പോൾ അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് കലാജാത നടക്കാൻ പോകുന്നത്. 10 മണിക്കെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ 10:30 സാങ്കേതിക തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് 10 മണിക്ക് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ വാവാറ്റം അങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കലാജാതൻ്റെ ഫുൾ വീഡിയോ അവർ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ മമ്മേ. അപ്പോൾ കലാജാതൻ്റെ കഥ കാണാനും എന്താ നമ്മൾ അവതരിപ്പിക്കുന്നത് കാണാനും കാഴ്ചനൊക്കെ താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എന്താണ് അല്ലേ, ഇതുവരെയായിട്ട് ആരും നമുക്ക് ഫുൾ വീഡിയോ എടുത്ത് തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വാവാറ്റിനോട് പറഞ്ഞത് പനമരത്തേക്ക് വന്നിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വേറെ ആരും ഫുൾ വീഡിയോ എടുത്തിട്ടില്ല പൈസ. അപ്പം നമുക്ക് വാവാറ്റും അങ്ങനെയുള്ള സ്ഥിതിക്ക് പിന്നെ നമ്മളെന്തിനാ ഇത്ര വിഷമിക്കുന്നില്ലേ. അപ്പം അവരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിന്ന് രാവിലെ തന്നെ ഒരുങ്ങി റെഡിയായി നമ്മുടെ പനമരത്തേക്ക് വരും. നമ്മുടെ
കലാജാതൻ്റെ ഫുൾ വ്ളോഗ് നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ത്രില്ലിലും കൂടിയാണ് ഗൈസ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ കലാജാതൻ്റെ കഥ എന്താണെന്നും എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. നമ്മുടെ മുണ്ടക്കൈ ചൂറ്റും മലേനെ ഉരുൾപൊട്ടിയതും അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ മമ്മേ. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് നോക്കി നിങ്ങൾക്ക് അറിയാമായിരിക്കും. എൻ്റെ ഏകദേശം ചെറിയ ചെറിയ ഭാഗങ്ങൾ എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയതിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഫുൾ വ്ളോഗ് എല്ലാവർക്കും അത്യാവശ്യമല്ലേ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാവാറ്റിനോടും മകളോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഒന്ന് വ്ളോഗ് എടുക്കണ്ട. കോലം കണ്ടിട്ടാരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഒന്ന് ഫ്രഷപ്പായി എങ്കിലും മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എന്താ നമുക്കിങ്ങനെ ഒരു ഇതില്ലാത്ത പോലെ തോന്നും. മുടി അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. മുടി കഴുകി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ എന്നും നമുക്ക് ഈ തല പൊളിക്കുന്ന കാര്യം നമുക്ക് പറ്റുന്ന കാര്യമില്ലല്ലോ. അതൊരു സീനല്ലേ. അപ്പോൾ അതെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വണ്ടി ഈ വീടിൻ്റെ മുറ്റത്ത് തന്നെയുണ്ട്. മിനിഞ്ഞാന്നും അതിൻ്റെ തലേനാളൊക്കെ നമ്മൾ വണ്ടീനെ തേടി അങ്ങോട്ട് ഓടിപ്പോകേണ്ട അവസ്ഥയായിരുന്നു. വണ്ടി ഇപ്പം നമ്മളെ മുറ്റത്ത് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാം അല്ലേ മമ്മേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്തായാലും നമ്മൾ പൊടി പൂരാക്കും അല്ലേ മമ്മേ. അപ്പം ഈ ചില ദിവസങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാനോട്ട് പറ്റിയിട്ടുമില്ല. ഷോർട്സാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും വ്ളോഗ് ഇല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ ഗൈസേ. അതൊരവസ്ഥയല്ലേ. യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കഴുത്ത് വെച്ചില്ല. അപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗ് നല്ല പൊടി വീഴും ആ കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ വേഗം റെഡിയായിട്ട് ഓടി വരാം കേട്ടോ. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ നമ്മളെ ഭയങ്കരമായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. സോ ഗൈസ് ലെറ്റ്സ് ഗോ അല്ലേ. നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. അതല്ല ഞാൻ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കണ്ടുപാടെ ഞാൻ ഫുഡ് കഴിക്കാതെ ഇവിടെ ഗൈസുകൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞ ഒറിജിനാലിറ്റി പോവും. ഭൂരി ഉപ്മാവ് കാര്യങ്ങളെല്ലാം ചിക്കൻ കറി കഴിച്ചോ? അടിപൊളി കേട്ടോ. അപ്പം അപ്പൊ നമ്മുടെ വണ്ടി നോക്ക്. നമ്മൾ ഈ വീടിന്റെ ഉള്ളിലാണുള്ളത്. വീടിന്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ മുറ്റത്ത് തന്നെ നമ്മുടെ വണ്ടി കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഭയങ്കര എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യും. നമുക്ക് ചാടിക്കരുത് നമ്മുടെ വണ്ടിയിലേക്ക് ഇരിക്കാം കേട്ടോ ഗൈസേ. അപ്പൊ ഞങ്ങളുടെ ബാഗൊന്നും എടുത്തില്ല. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും ഉള്ളൊരു തിരക്കാണ് ഗൈസ്. ഹലോ ഹലോ. അപ്പൊ നല്ല സൺലൈറ്റ് ഡയറക്റ്റ് അടിച്ചു വരുന്നുണ്ട്. അയ്യോ അവർക്ക് വോയിസ് ഇട്ടില്ലമ്മേ വരാൻ. ഒന്ന് വോയിസ് ഇട്ടിരണം. ഇതുണ്ടല്ലേ നമ്മുടെ വണ്ടി, നമ്മുടെ വണ്ടി. അപ്പൊ അതൊക്കെ നമ്മളിതാ ഈ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഇതുണ്ടോ നമ്മളിതാ ഈ വീട്ടിലായിരുന്നു. ഇവിടെ റോഡ് സൈഡിൽ തന്നെയാണ് ഗൈസ് നമ്മൾ ഈ വീട് ഉള്ളത്. അപ്പോൾ കണ്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. അതോടെ നമ്മുടെ കലാജാഥ നമ്മുടെ പനമരത്ത് ആരംഭിക്കുകയാണ്. അപ്പോൾ നോക്ക് അമ്മ അവർക്ക് വോയിസ് ഇടണം. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ വണ്ടീൻ്റെ മുമ്പ് നിന്നിട്ട് എനിക്ക് റീൽസ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇത്ര നാളായിട്ടോ അത് എടുത്തിട്ടില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. എടുക്കണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിൽ ഒരു ഹായും കൂടി നമുക്ക് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് വെയിലാണ്. ഈശ്വര അപ്പൊ ഇവിടുന്ന് എടുക്കും. അപ്പം അയ്യോ ഇത് ഒറിജിനൽ ഫ്ലവർ ആണോ? ഞങ്ങള് അല്ല മറ്റേത് ഞങ്ങള് ബാഗ് എടുക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങള് ബാഗ് എടുക്കട്ടെ. എല്ലാം എടുത്തു വെച്ചില്ലേ? ഞങ്ങൾ വേഗം ബാഗ് എടുക്കട്ടെ. ഗായ്സ് നമ്മളിത് ഈ കുട്ടന്മാരുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഹായ് പറയ ഗായ്സ്. ഭയങ്കര ക്രിഞ്ചാണ് ഗായ്സ്. പറ ഹായ് പറ. ക്രിഞ്ചായി പോയി. അപ്പൊ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അമ്മ ഒരു ഹായ് പറയാമോ? അതൊന്നും ഒരു സാരയല്ല. ഇങ്ങനെ ഒറിജിനാലിറ്റിയാണ് നമുക്ക് വേണ്ട അല്ലേ മമ്മേ? അപ്പൊ നമ്മളിത് ഇറങ്ങണം. അയ്യോ ഞാൻ ചെരുപ്പിട്ടില്ല ഗായ്സ്. ചെരുപ്പിട്ടെ. അയ്യോ അമ്മേ ഇത് എല്ലാരും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓടിയിട്ടുണ്ട്. അപ്പൊ നമ്മളും അയ്യോ കേറുന്നില്ല കാലിൽ. അപ്പൊ നമ്മള് പോവാണ് ഗൈസ്. അപ്പൊ അമ്മ എന്നാ ശരി പോട്ടെട്ടോ. ശരി പോട്ടെ എന്നാ. അങ്ങനെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഫോണൊക്കെ ഞാൻ എവിടേക്ക് വിട്ടു? പോക്കറ്റിലുണ്ട്. അമ്മേ ഇതൊക്കെ നമ്മുടെ വണ്ടി ഇത് ഇവിടെ കിടപ്പുണ്ട്. നമ്മളിനി പൊരിഞ്ഞ വെയിൽ എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വെയിലാണ്. വേഗം നേരം ഇട്ട് ഓക്കെ നമ്മൾ വണ്ടീൻ്റെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. ഹായ് പറയ് ഗായ്സ് എല്ലാവരും. ഹായ് പറയ്. ഹായ് 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 ഹായ്. ഇതൊക്കെ വ്ളോഗിൽ വരുന്നതാണ്. എല്ലാവരും ഹായ് പറയണം. വേണം. ഇവരെപ്പോഴും ചർച്ചയിൽ അമഗ്നരായിട്ടിരിക്കുകയാണ്. വണ്ടി ലോക്കാ കൊണ്ട് വെച്ച് തന്നെ നമ്മുടെ കുംഭാമാനായ ബാഗിന് ബാഗ് വെച്ചതിൻ്റെ ഒരു ഇതാണ് കണ്ടത്. വരുവാ ഇത്തിരി തിരക്കാണോ എൻ്റെ ദൈവമേ? പോലെ അല്ലേ എവിടെ നിൽക്കണ്ടേ ഗൈസ്? അതൊന്ന് പൊള്ളൂലായി. ഇവിടെ നിൽക്കാം. അപ്പൊ നമ്മുടെ യാത്ര തുടങ്ങി കഴിഞ്ഞിരിക്കണം. അപ്പം നമ്മുടെ വാവാന്റെ പകരം വണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. അവര് കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മുടെ പണമരത്തെത്തുന്നതാണ്. അപ്പൊ ഞങ്ങളെല്ലാരും പോവാണ്. കണ്ട ഗൈസ് നമ്മൾ ഓണത്തിന് പോയ കൂടത്തുമ്പുള്ള വണ്ടി ഇപ്പൊ നമ്മൾ പച്ചിലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓണത്തിനാണ് പൊക്കോണ്ടിരിക്കണത്. എല്ലാരും ബിസിയിലാണ്. ഹായ് നമ്മളങ്ങനെ വൈബ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നമ്മുടെ മോസ്റ്റ് വ്ളോഗ് ആയിരിക്കും പറഞ്ഞുള്ളത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഒരു 2 മണിക്കൂറൊക്കെ നീണ്ടു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. എല്ലാരും പറയുന്നുണ്ടല്ലോ 45 മിനിറ്റ് കൂടുതലുള്ള വ്ളോഗ് വേണമെന്ന്. അപ്പൊ എല്ലാവരുടെ ആഗ്രഹം പോലെ 2 മണിക്കൂർ വ്ളോഗ് കണക്കിട്ട് ഞാൻ ഓർത്തു. അതിൽ നിങ്ങൾക്ക് സന്തോഷം, എനിക്ക് സന്തോഷം. അതുപോലെ എല്ലാവരും ഓരോരോ ബിസികളിലാണ്. അപ്പൊ നമ്മളങ്ങനെ വൈബടിച്ച് പോവാണ് ഗൈസേ. അപ്പൊ ഇനി നാളത്തെ കഴിഞ്ഞും കൂടി ഉള്ളൂ. എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഈ 10 ദിവസം എത്ര പെട്ടെന്നാ പോയെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതം അല്ലേ? വന്നപ്പോൾ അങ്ങനെ തോന്നിയില്ല. പക്ഷെ ദിവസങ്ങൾ വളരെ ഫാസ്റ്റ് ആണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര ഒരു അല്ലേ? വരുമ്പോ നമ്മൾ പോകാനാകുമ്പോ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്കൊക്കെ ഭയങ്കര വിഷമമാണ്. കാരണം എല്ലാവർക്കും ആയിരിക്കും. ഇപ്പൊ ഒരാൾ പെട്ടെന്ന് നമ്മളോടൊന്ന് മിണ്ടി അവര് പോവാന്ന് അറിയുമ്പോൾ എനിക്ക് വിഷമം വരും. അങ്ങനെയുള്ള എൻ്റെ അതൊന്നും ആലോചിച്ച് നോക്കുന്നതായിരിക്കും. എന്താ കുറെ കാര്യങ്ങളൊക്കെ ഭയങ്കര മിസ് ചെയ്യും. അപ്പൊ ഇനിയുള്ള നിമിഷങ്ങളൊക്കെ നമ്മൾ വൈബാക്കാൻ വേണ്ടി പോവാണ് അല്ലേ? ഇനി ഒരു സമയം പോലും ഇച്ചിരി സമയം പോലും നമ്മൾ വേസ്റ്റ് ചെയ്യില്ല. എല്ലാം നമ്മൾ നല്ല വൈബിൽ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അല്ലേ? പോകുന്ന സ്ഥലങ്ങളിലെല്ലാം എല്ലാം നമ്മൾ നല്ല വൈബാക്കാൻ വേണ്ടി പോവാണ്. അത് എന്റെ ക്യാമറ ചിലപ്പോൾ ഞാൻ പ്രോപ്പർട്ടി ആയിട്ട് എടുത്തുകൊണ്ട് വരും. കാരണം ഒരു ഭാഗത്തിൽ ശരിക്കും ക്യാമറേന്റെ ആവശ്യമായിരിക്കും വരുന്നത്. അപ്പൊ മിക്കവാറും ഞാൻ എന്റെ ക്യാമറ എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഞാൻ ക്യാമറ ഹലോ
പക്ഷെ മാവാറ്റയും പകലൊക്കെ ബസ് കിട്ടിയിട്ടുള്ളൂ അമ്മേ. അവസ്ഥയാണ് കേട്ടോ. അപ്പൊ അവര് വരുന്നുണ്ട്, അവരിപ്പോ തന്നെ എത്തുമായിരിക്കും കേട്ടോ. അപ്പൊ ഞങ്ങളെല്ലാരും ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ എല്ലാരും ഇറങ്ങിപ്പോയിട്ട് സ്ഥലം എങ്ങനെയാണോ നോക്കണം. നമ്മുടെ കലാജാഥ ചെയ്യാനുള്ള ചാൻസ് 2 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ വൈകുന്നേരം ഇവിടെ തന്നെയായിരുന്നു. എന്റെ സ്കൂള് ദിവസം ദുഃഖവെള്ളിയില്ലേ, ദുഃഖവെള്ളി. അപ്പൊ ക്ലാസ് ഉണ്ടാവില്ലല്ലോ. എല്ലാ ക്ലാസ്സിലും നല്ല ലീവല്ലേ? കടകളൊക്കെ ലീവ്. ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ കടകളൊക്കെ ലീവാ. ശരിയാ, കടകളൊക്കെ ലീവാ. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം അല്ലേ? അതെ, എന്തായാലും നമ്മുടെ നാടകം മസ്റ്റായിട്ട് വേണം. അവരിവിടെ എത്തിയിട്ടില്ല. നാടകം പണ്ട് മുമ്പ് എടുത്ത വീഡിയോ അവരുടെ കയ്യിലുണ്ടെന്നാണ് കഴിച്ചത് അവര് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഹലോ അപ്പൊ നമ്മുടെ നാടകം നമുക്ക് മസ്റ്റ് ആയിട്ട് വേണം അല്ലെ? നമ്മുടെ തീം എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? യെസ് ഗൈസ്, അപ്പൊ ഞങ്ങളിത് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോവാൻ ഞാനും സന്ധ്യ വെള്ളം അമ്മ ഒരു ബോട്ടിലെടുത്ത് നമ്മൾ ഇന്നലെ കൊണ്ടുപോയായിരുന്നു. അത് മാത്രം ഞങ്ങളിത് ഇറങ്ങിക്കഴിഞ്ഞു കേട്ടോ. ആ ഇത് ഷൂ കടയാക്കിയത്, ഈ കടയായിരുന്നു ഫാൻസി. ഇത് ഷൂ കടയാക്കിയാ. ഇത് പിടിക്കും പാപ്പ, പിടിക്കും. അവര് വരുമ്പോ അവർക്ക് കൈ കൊടുക്കും. അടിപൊളിയായിരുന്നു. കൂടത്തുമ്പൽ തന്നെ അവിടെ സൈഡിലൊരു വീട്ടില്. അറിയില്ല. അയ്യോ നമ്മക്ക് ഞങ്ങൾ മറന്നു വേറെ പേരൊക്കെ. ഓ എല്ലാരും വന്ന് മിണ്ടി. അപ്പൊ അതിന്റെ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ഈശ്വര, ഇവിടെയൊക്കെ എങ്ങനെ നമ്മൾ നിൽക്കും ഗൈസ്? ഉണ്ടല്ലേ, ഒരു വൃത്തിയില്ല. പോയ സ്ഥലങ്ങളെല്ലാം അവസ്ഥയായിരുന്നു. എവിടെയും അമ്മ ഒരു വൃത്തിയായിട്ടുണ്ടായിരുന്നത് ബത്തേരി മാത്രം, സുൽത്താൻ ബത്തേരി മാത്രം. ഉള്ള കാര്യം പറയല്ലോ, നമ്മുടെ കേരളത്തിലെ ക്ലീൻ സിറ്റി കലാജാഥ ചെയ്യാൻ പോയതാട്ടോ. എന്റെ ദൈവമേ, യൂറിന്റെ മണം അങ്ങനെ, തുപ്പിയിട്ടത് അങ്ങനെ, മുറുക്കിയിട്ടത് വേറെ. ഇനിയിപ്പോ എന്താ പറയണെന്ന് എനിക്കല്ല, എല്ലാ സ്ഥലത്തും അതെ. ഹരിതകർമ്മ സേന വരെ ഉണ്ട്. എന്നിട്ട് വരെ അവർ ഞങ്ങളുടെ മുമ്പിൽ കൂടെയാണ് അങ്ങ് പോകുന്നത്. എന്നിട്ട് വരെ അവർക്ക് ഒന്ന് വൃത്തിയാക്കിയിടാനുള്ള ഒരു അതും അറിയത്തില്ല. ഉള്ള കാര്യം പറയില്ല. സുൽത്താൻ ബത്തേരി ഇത്രയും സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ട് സുൽത്താൻ ബത്തേരി ആയിരുന്നു അത്രയ്ക്ക് വൃത്തിയായ ഒരു സ്ഥലം. ഞങ്ങൾ ക്ലീൻ സിറ്റി ആണല്ലോ നമ്മുടെ, കേരളത്തിന്റെ ക്ലീൻ സിറ്റി ആണ് നമ്മുടെ സുൽത്താൻ ബത്തേരി. അതുകൊണ്ട് അവിടെ ഒന്നും പറയാനില്ല, ഒരു കടലാസ് കഷ്ണം പോലും അവിടെ കിടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ക്ലീൻ തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ കിടക്കലുണ്ട്. ഇന്നലെ പടിഞ്ഞാറത്തറയായിരുന്നു എൻ്റെ ഗായ്സേ, എൻ്റെ ദൈവമേ. പടിഞ്ഞാറത്തറ മാത്രമല്ല, അങ്ങനെ പറയണ എല്ലാ സ്ഥലങ്ങളും നമ്മൾ എടുത്തെടുത്ത് പറയേണ്ടി വരും. നമ്മൾ ഈ ചെരുപ്പിടാതെ ഇത് നമുക്കുണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് വരുമ്പോൾ അവിടെ പിന്നെ കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. എങ്കിലും ബാക്ക് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒക്കെ നമുക്ക് നല്ല അവസ്ഥയാണ്. കാരണം ഈ തുപ്പിയിട്ടത്തിലൊക്കെ കയറി വേണം നമ്മൾ ചവിട്ടാനും നിൽക്കാനും. നമ്മൾ നാടകമൊക്കെ അവതരിപ്പിച്ച് നമ്മൾ കിടക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഒക്കെ നമുക്ക് അവസ്ഥയായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഗായ്സ്. നമ്മുടെ ബാബാറ്റം അങ്ങനെ ഏത് ബസ്സിനാണ് വരുന്നത് നോക്കി ഞാനിങ്ങനെ നിൽക്കുവാണ്. ദൈവമേ, അവർ വന്നോന്ന് അറിയില്ല ഗൈസ്. തടത്തില്ല ഈ ബസ്സൊക്കെ. നമ്മൾ എത്ര എൻ്റെ ഫ്രണ്ടിനെയൊക്കെ ഞാൻ കയറ്റി വിടുന്ന ഈ ബസ്സിലായിരുന്നു കേട്ടോ. ബസ്സൊക്കെ കേട്ടോ ഒരുപാട് നാളായി. അപ്പോൾ വീണ്ടും ഇന്ന് എന്താ പറയുക ബസ്സൊക്കെ കാണാൻ പറ്റി. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ബാ, ഗുഡ് മോർണിംഗ്. ഹായ്. അപ്പോൾ ഇതെല്ലാ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഇതിവിടെ റെഡിയാക്കി സെറ്റാക്കി ഫ്രണ്ടിലും വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഫസ്റ്റ് തന്നെ നമ്മൾ നാടൻ പാട്ടിലൂടെയാണ് ഗായ്സ് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ തന്നെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. നാടൻ പാട്ടിനുള്ള കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ ഗായ്സുകളെല്ലാവരും സെറ്റാക്കി വെക്കുന്നുണ്ട്. കണ്ടില്ലേ, റെഡിയല്ലേ? ഒന്നും പറയാനില്ല. ഇതിൻ്റെ ബാക്കിലേക്ക് പോകുന്നേ പേടിയാണോ ക്യാമറ? ഇതുണ്ടോ നമ്മുടെ സംഗീത ശില്പത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇത് അവിടെയൊക്കെ നിർത്തി വെച്ചിരിക്കുന്നത്. ഇതുണ്ട്, ഇതിവിടെ ഗായ്സുകളെല്ലാം ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇതുകൊണ്ടല്ലേ. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഈ കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. ഇപ്പം ഇതുണ്ടോ, എൻ്റെ കേരളം അഭിമാനി സാംസ്കാരിക കലാജാഥ പുരോഗമന കലാസാഹിത്യ സംഘം വയനാട് ജില്ലാ കമ്മിറ്റി. അപ്പം ഇങ്ങനെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ എനിക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കലാജാഥ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരിക്കലും നമുക്ക് വന്നിട്ട് വ്ളോഗ് എടുക്കാനും കൂടി ഉള്ളത് നമുക്ക് കിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് അവർ വരുന്നതുകൊണ്ട് എനിക്ക് സമയം കിട്ടുന്നുണ്ട്. ഇനി അവരുടെ ബസ് എപ്പോഴാണ് വരുന്നത് നമുക്കറിയത്തില്ല. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലും കൂടി ഞാൻ നിൽക്കുവാണ്. അപ്പം നമ്മളിപ്പോൾ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ കലാജാഥ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതൊന്നും ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം നിറച്ച് ഞാൻ പറഞ്ഞല്ലോ നിറച്ച് ഉപ്പിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ
ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചവിട്ടാനും പോകാനൊക്കെ നമുക്ക് ആകെ അവസ്ഥയാണ്. നമ്മുടെ അമ്മമാരും ആൻറ്റിമാരും എല്ലാവരും ഇത് അവിടെ മിഴിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. നല്ല സംസാരത്തിലോ അയ്യോ അറിഞ്ഞോണ്ട് കേട്ട് പറയാ ഞാൻ കണ്ടില്ല. അത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടേ കണ്ടോ? ഞാൻ കണ്ടില്ല. ഞാൻ ഇവരുടെ 6 നമ്പർ സേവ് ആക്കി വെച്ചിട്ടില്ല. ആണോ? ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയക്കാം. അതാ വഴി ഒരു വരട്ടെ ഗായ്സ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പുള്ളൊരു ബളഹമാണ് കാണുന്നത്. ഹലോ നമ്മുടെ ചേട്ടക്കാരാണ് ഇരിക്കുന്നത്. നമ്മുടെ നന്ദു ചേട്ടായി, അതുപോലെ തന്നെ നമ്മുടെ മഹേഷ് ചേട്ടായി. സത്യം പറഞ്ഞാൽ എനിക്കൊരു ചേട്ടായിമാരെന്ന് വിളിക്കാൻ തോന്നുന്നില്ല, പക്ഷേ എങ്കിലും ഞാൻ ചേട്ടനെ റെസ്പെക്ട് ചെയ്യും. നമ്മുടെ വിജയ് ചേട്ടായിയാണ് ഗൈസ്. നന്ദേട്ടാന്ന് വിളിക്കാനാണ് പ്രൊഫൈലിൽ കൊടുത്തേക്കുന്നത്. നന്ദേട്ടാ നമുക്ക് വിളിക്കാട്ടോ. ഞങ്ങൾ ചെയ്ത റീൽസ് ഞങ്ങൾ കൊളാബ് ചെയ്തിട്ടുണ്ട് ഗൈസ്, അല്ലേ ഗൈസ്? അതത്രേ ഉള്ളൂ. അപ്പം നമുക്ക് നോക്കാം അല്ലേ? അടിപൊളി. നമ്മുടെ ഞാൻ അങ്ങനെ കാണുന്നില്ല. അത് ഇവിടെ മൈക്ക് ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നമ്മുടെ കലാചാരം അവിടെ ആരംഭിക്കാൻ പോവുകയാണ് ഗൈസ്. വീഡിയോ എടുക്കാം. മൈക്ക് ടെസ്റ്റിംഗ് ഞാൻ കാണുന്നു. എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അപ്പൊ നമ്മള് ഹലോ നിർത്തിയത്. ഹലോ, നമ്മൾ ഷാള് കെട്ടാൻ വേണ്ടി പോണ്. അപ്പൊ നോക്ക് ഗൈസ്, ഇത്ര ലോഹം ഇങ്ങനെ ഇരിക്കണ ഞാൻ ഇങ്ങനെ അവസ്ഥയാണ്. ലോഹാമാൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്കിൾ ജോണിലെ അങ്കിളാണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്കിൾ ജോണല്ലേ? നമ്മുടെ ഷാള് കെട്ടുവാണ് നമ്മള്. ഫസ്റ്റ് നാടൻ പാട്ട് ഞാനാണോന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ നമ്മുടെ നാട്ടിലുണ്ട് എനിക്ക് പാടണമെന്ന് ആഗ്രഹം ഉണ്ട്. ഇവിടെ ഇന്ത്യൻ മമ്മിന് ജീൻസ് ഇടാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഇപ്പൊ ആ മടിയൊക്കെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം യൂണിഫോം 10 ദിവസം അടുപ്പിച്ചിട്ടപ്പോ അമ്മ പറയാ ഇത് ഞാൻ ജീൻസ് അല്ലാതെ വേറൊരു ഡ്രസ്സ് ഇടില്ല എന്നാണ് ഇന്ത്യൻ മമ്മ പറയുന്നത്. ഞങ്ങൾ ജീൻസ് ഇടാൻ പറയുമ്പോ ഇന്ത്യൻ മമ്മിന് അയ്യോ ജീൻസ് അയ്യോ പറ്റില്ല അയ്യോ ഭയങ്കര പറച്ചിലാണ്. ഇപ്പൊ അങ്ങോട്ട് ഒരു പറച്ചിൽ ഇന്ത്യൻ മമ്മിന് ഇല്ല. ഗൈസ് പാട്ട് വെച്ചോണ്ട് ഞാൻ പറഞ്ഞ കേൾക്കുന്നതാണെന്ന് അറിയത്തില്ല. ഓക്കെ നോക്കണേ. അപ്പൊ ഞങ്ങൾ സെറ്റായി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മളങ്ങനെ അവതരിപ്പിക്കാൻ വേണ്ടി പോകണം. അങ്ങനെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഗൈസ് ലെറ്റ്സ് ഗോ. നമുക്ക് നോക്കാം. നമ്മുടെ ജാഥ തുടങ്ങുകയാണ്. ഇവിടെ ഇതുവരെയായിട്ട് അങ്ങനെ വാഹനം കാണുന്നില്ല. ഇതേ സ്വാഗതമൊക്കെ പറയാൻ പോകാനാണ് പറയുന്നത്. അപ്പോൾ നോക്കാം. ലെറ്റ്സ് ഗോ. എന്താ പറയാത്ത എന്താണ്? എന്തോ ആണോ? നമ്മൾ താമസിച്ചില്ലേ? ആ ചേട്ടൻ്റെ കടയാണിത്. ഞാനിപ്പോഴറിയില്ലേ? ആണോ? അടിപൊളി അടിപൊളി. സ്വാഗതം പറഞ്ഞു നമുക്ക് എടുക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, സഖാക്കളെ, കലാസ്നേഹികളെ, പനമരത്തെ കച്ചവട സ്ഥാപനങ്ങളിലെ സുഹൃത്തുക്കളെ, മറ്റ് ഓരോ അടക്കമുള്ള തൊഴിലാളികളിൽ നിന്നുള്ള സുഹൃത്തുക്കളെ, പുരോഗമന കലാസാഹിത്യം വയനാട് ജില്ലാ കമ്മിറ്റി ഒരുക്കിയിട്ടുള്ള സാംസ്കാരിക കലാജാഥയാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. 27-ാം തീയതി മുതൽ ഏപ്രിൽ 5-ാം തീയതി വരെ നടന്നുകൊണ്ടിരിക്കുന്ന
കലാതിലൂടെ ഇന്നത്തെ ആദ്യ സ്വീകരണമാണ് അതെ പനമ്പരത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതെ അതെ കലാജാതിയെ നയിക്കുന്നത് വയനാട് ജില്ലാ പുരോഗമന കലാസദസ്സിന് സെക്രട്ടറിയായിട്ടുള്ള മുസ്തഫ ധാരക, അതുപോലെ തന്നെ ഈ കലാ ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ളത് നമ്മുടെ സ്വന്തം കലാകാരനായിട്ടുള്ള സുരാസട്ടൻ തുടങ്ങിയുള്ള എല്ലാ കലാ അംഗങ്ങളെയും ടീം അംഗങ്ങളെയും സർവോപരി നല്ലവരായ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും എല്ലാവരും ഒറ്റവാറുകൾ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഇവിടെ തുടക്കം കൂടിയാണ്. ഞാൻ മകനെ കാണുന്നില്ല. നാടൻ പാട്ട് ഞാനായിരിക്കും തുടങ്ങാൻ പോകുന്നത്. എനിക്ക് വിഷമം അങ്ങ് തുടങ്ങാൻ പോകണേ. അഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പുരോഗമന കലാ സാഹിത്യ സംഘം വയനാട് ജില്ലാ കമ്മിറ്റി അണിയിച്ചൊരുക്കിയ സാംസ്കാരിക കലാജാഥയാണ് പനമ്പരത്തിന്റെ മണ്ണിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ കാണുന്നതിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ കലാസ്നേഹികളെയും ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ ഈ വേദി സമീപത്തേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒരു നാടൻ പാട്ടോടുകൂടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഗാനം ആരംഭിക്കുന്നത് ദയാബത്തി. വേണ്ട നിങ്ങൾ പഠിക്കാം, ഞാൻ അവിടെ അല്ല ഇത് ഞാൻ പിടിക്കാം. ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. നമുക്ക് അവിടേക്ക് നിൽക്കണോ? ഒരു സ്വന്തം എടുത്തതാണല്ലോ. പെണ്ണാളേ തമ്പുരാനെത്തിടും മുമ്പിൽ കരിങ്കാലും കോര പറിച്ചാട്ടേ
ശില്പമാണ്. സംഗീത ശില്പം കാണുന്നതിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ വേദിക്ക് സമീപത്തേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഗായ്സ്, അങ്ങനെ നമ്മുടെ സംഗീത ശില്പമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും പഠിച്ച ഡാൻസ് അതേപോലെ അടിപൊളിയായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും സ്റ്റെപ്സൊക്കെ നല്ല ഓർമ്മയുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റേജിൽ തന്നെ നമ്മളിതിപ്പോൾ നമ്മുടെ സംഗീത ശില്പം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഗീത ശില്പം മാത്രമല്ല നമ്മുടെ നാടകമുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജിൽ നമുക്ക് ഓരോ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് ഗൈസ് സത്യം പറഞ്ഞത്. എന്തായാലും നമ്മുടെ കലാജാഥ നമ്മൾ അവതരിപ്പിക്കുന്നത് വെയിലത്തല്ല, അത് വലിയൊരു സമാധാനം നമുക്കുണ്ട്. എന്തായാലും നമ്മൾ തണൽ നോക്കി തണലത്തായിരുന്നു നമ്മൾ ഇത്രയും ദിവസത്തെ കലാജാഥയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ നമുക്ക് വലിയൊരു റിലീഫാണ്. എന്താ പറയുക, വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ല ടയേർഡാവും. ചില സ്ഥലത്ത് പിന്നെ നമുക്ക് വെയിൽ കുറച്ചൊക്കെ നമുക്ക് കൊള്ളേണ്ട വന്നിട്ടുണ്ട്, അധികമൊന്നുമില്ല. പിന്നെ നമ്മൾ തണൽ നോക്കി തന്നെയായിരുന്നു ഗായ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം ഈ വെയിലും കൂടി അടിച്ചു കഴിഞ്ഞാൽ അല്ലാതെ തന്നെ നമ്മൾ നല്ല ടയേർഡാണ്, ഡീഹൈഡ്രേഷൻ ആവുന്നുണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് നമ്മുടെ കലാജാഥയും നമ്മുടെ സംഗീത ശില്പവും നമ്മുടെ നാടകവും നമ്മുടെ നാടൻപാട്ടും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗായ്സ് നിങ്ങൾ പറയാൻ മറക്കരുത്. അപ്പം ഇതൊക്കെ ഭയങ്കര, സത്യം പറഞ്ഞാൽ ഇതൊക്കെ മോസ്റ്റ് മെമ്മറബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് ഒരിക്കലും മറക്കാനും പറ്റില്ല, ഇത്രയും ദിവസത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ പറയാൻ വേണ്ടി മറക്കരുത് കേട്ടോ ഗായ്സ്. ഗായ്സ്, അപ്പം നമുക്ക് നാളുകൾക്ക് ശേഷമാണ് നമുക്ക് കലാജാഥ കിട്ടുന്നത്. അപ്പം നമ്മുടെ കലാജാഥേൻ്റെ ഫസ്റ്റ് വ്ളോഗ്, നമ്മൾ പോകുന്ന വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഒരുപാട് കലാജാഥേനെ നമ്മുടെ ജേർണീനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ മുമ്പ് പോയ കലാജാഥേനെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം അന്ന് കലാജാഥയ്ക്ക് പോയപ്പോൾ നമ്മുടെ ഗിരീഷ് കാരാടി സാറിൻ്റെ കലാജാഥയായിരുന്നു. അപ്പം സാറിൻ്റെ എന്താ പറയുക, ഓർമ്മകൾ നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുമായിരുന്നു. സാറായിരുന്നു കലാജാഥ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന സംഗീത ശില്പവും കാര്യങ്ങളൊക്കെ. അപ്പം ഈ കലാജാഥയ്ക്ക് വന്നപ്പോൾ വേഗം സാറിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. പിന്നെ ഞാൻ അന്ന് ചെയ്ത കലാജാഥയിൽ നമ്മുടെ മമ്മ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കലാജാഥയിൽ ഉണ്ടായിരുന്ന 2-3 പേരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിരീഷ് കാരാടി സാറിൻ്റെ വൈഫും പിന്നെ അതുപോലെ തന്നെ മോനും ഉണ്ടായിരുന്നു. പിന്നെ പുതിയ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനും പറ്റി. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പത്തെ വ്ളോഗിൽ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ വയനാട് ജില്ല മുഴുവനും നമുക്ക് കലാജാഥ, നമ്മുടെ ഈ എന്താ പറയുക സാംസ്കാരിക കലാജാഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 10 ദിവസം നമ്മൾ വയനാട് ജില്ലയിലുള്ള മുഴുവൻ സ്ഥലങ്ങളിലും നമ്മൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് നമ്മൾ കലാജാഥ ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ കലാജാഥയൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം അടിപൊളിയാണ്. നമ്മൾ 10 ദിവസം, ചിലപ്പോൾ 3 ദിവസമായിരിക്കും, ചിലപ്പോൾ 5 ദിവസമായിരിക്കും. നമ്മൾ അത്രയും നാളുകൾ നമ്മൾ ഗായ്സ്, അങ്ങനെ നമ്മുടെ കലാജാഥയിലെ സംഗീത ശില്പത ഇതോടുകൂടി ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾ ഇത്രയും ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയും ദിവസത്തെ നമ്മുടെ ഒരു കഠിനാധ്വാനം തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോലും സത്യം പറഞ്ഞ ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വെറും 2 ദിവസത്തിനുള്ളിലാണ് ഞങ്ങൾ ഇത്രയും പഠിച്ച് റെഡിയാക്കി, എല്ലാവരുടെയും കാലിലും മസിലൊക്കെ കയറി എല്ലാവരും പഠിച്ച് ഇത്രയും നന്നായി പെർഫോം ചെയ്യുന്ന ഓരോ സ്റ്റേജിലും. എന്തായാലും ഇത്രയും നന്നായിട്ട് എല്ലാവരും ചെയ്തതിൽ എനിക്ക് അഭിമാനമുണ്ട്, മോസ്റ്റ് ആയിട്ടുണ്ട്. കാരണം എല്ലാവരും ഇത്രയും നന്നായിട്ട് ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും കുറഞ്ഞ ദിവസം കൊണ്ട് ഇത്രയും പെർഫെക്റ്റ് ആക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഗൈസ്.
അടുത്തായി ഞങ്ങൾ അവതരിപ്പിക്കുന്നതിലേക്ക് നാടകമാണ്. നാടകം കാണുന്നതിന് വേണ്ടി ഈ പരിസരത്തുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ വേദിക്ക് സമീപത്തേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സാഹിത്യ സംഘം വയനാട് ജില്ലാ കമ്മിറ്റിയുടെ സാംസ്കാരിക കലാജാഥയിൽ അവതരിപ്പിക്കുന്ന നാടകം നന്മയുടെ തുടർച്ച. നാടകരചന മുസ്തഫ ദ്വാരക, സംവിധാനം ശിവദാസ് പടിഞ്ഞാറ, സഹസംവിധാനം അഭിജിത്ത് കാരാടി. സാങ്കേതിക സഹായം ആംദൂർ ബാലകൃഷ്ണൻ, അനൂപ് കുമാർ, പ്രമോദ് ബാലകൃഷ്ണൻ. റെക്കോർഡിംഗ് വേവ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ചുരുളൂർ. നല്ല ഭക്ഷണം, മുട്ട, പാല്, സാമ്പാറ്, ചോറ്. അംഗനവാടിയിലാണെങ്കിൽ നല്ല ബിരിയാണിയും. ഡിഗ്രി വരെയുള്ള പഠിത്തം സർക്കാർ ചെലവിലല്ലേ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുട്ടികളെ കൊണ്ട് തല്ലിക്കുന്ന അധ്യാപകരുള്ളപ്പോ നമ്മുടെ കേരളത്തിലെ സ്കൂളുകൾ കണ്ടില്ലേ? നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമില്ലേ അതൊക്കെ? ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് ഇതൊരു ടെസ്റ്റ് ട്യൂബ് ആണെന്ന് സങ്കല്പിക്കുക എന്ന് പറഞ്ഞിട്ട് നിന്നൊക്കെ മാറിയില്ലേ? കാലൊഴിഞ്ഞ ബെഞ്ചും ഡെസ്കും എല്ലാം മാറി. ഇപ്പൊ ടൈലൊക്കെ ഇട്ട് സ്കൂളിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ ചെരുപ്പഴിച്ചിട്ട് കയറേണ്ടി വരും. അത്രയ്ക്ക് വൃത്തിയാ. ഇക്കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ സ്കൂളുകളൊക്കെ ഹൈടെക് സ്കൂളുകൾ. സ്കൂൾ മാത്രോ നമ്മുടെ ആശുപത്രികളൊക്കെ ഉഷാറായില്ലേ? 10 വർഷം മുമ്പ് ഓർമ്മയുണ്ടോ? നമ്മുടെ ശാരദേച്ചിന്റെ മോള് ആംബുലൻസിലല്ലേ പ്രസവിച്ചത്? ശാരദേച്ചിന്റെ മോള് മാത്രോ? സരസ്വതീച്ചിന്റെ മോളും അന്ന് ചുരത്തിൽ ആംബുലൻസിൽ വെച്ച് പ്രസവിച്ചത് ഓർമ്മയുണ്ടോ? അന്നുണ്ടായ പൂകിൽ എന്തായിരുന്നു?
എത്ര പാലം. പണ്ട് പാലം നടക്കാനും വണ്ടി പോകാനും ഒക്കെ ഉപയോഗിച്ചോണ്ടിരുന്നേ. ഇപ്പോഴേ വിദേശികൾക്ക് സെൽഫി എടുക്കാൻ പോലും നമ്മുടെ പാലം മതി. 10 കൊല്ലം കൊണ്ട് എന്തൊക്കെ മാറ്റാലേ. അല്ല, കുടുംബശ്രീയിലോട് ഇപ്രാവശ്യം നീ നേരത്തെ അടച്ചല്ലോ, എന്തുപറ്റി? അതെനിക്ക് 1000 രൂപ സർക്കാർ തന്നതാ. 35-നും 60-നും ഇടയിലുള്ളവർക്ക് 1000 രൂപ വെച്ച് സർക്കാർ കൊടുക്കുന്നുണ്ട്. നമുക്കൊന്നും 1000 അല്ല 2000 കിട്ടുന്നുണ്ട്. വീട്ടിൽ എനിക്കും കെട്ടാനും കൂടെ 4000 കിട്ടും. മോൾക്ക് 1000 കിട്ടും. ഞങ്ങൾക്കെല്ലാം കൂടെ 5000 രൂപയാണ് കിട്ടുന്നത്. പണിക്ക് പോയില്ലെങ്കിലും സർക്കാർ ചെലവിൽ കാര്യം നടക്കുന്നുണ്ടെന്ന് സാറ്. അല്ല, കുടുംബശ്രീയിലൊന്നും കിട്ടിയില്ലേ? ഇന്ന് കിട്ടും. നിനക്കെന്താ ഇത്രയ്ക്ക് അത്യാവശ്യം? അതോ കല്യാണം ഒന്നും അടുത്തില്ലേ? കുറെ സാധനങ്ങൾ വാങ്ങണം. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അലമാര, 2 കട്ടില്, ഇതൊക്കെ വാങ്ങണ്ടേ? ഇതൊന്നും നീ എങ്ങനെയാ അടച്ചു നിൽക്കുക? അതിനല്ലേ സർക്കാർ നമുക്ക് 5000 രൂപ തരുന്നത്. അതിന്റെ പുറത്ത് അച്ഛന് കലാകാര പെൻഷൻ കിട്ടുന്നുണ്ട്. അതും 5000 രൂപയാണ് കിട്ടുന്നത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഓടിപ്പോകും. അല്ലെങ്കിൽ അയാൾക്ക് മറ്റുള്ളവർ നന്നാവുന്നത് കാണാൻ പാടില്ല. ഇങ്ങനെ ഒരു ശകുനം മുടക്കി ഇന്നലെ സ്കൂളിന് മുമ്പിൽ വെച്ച് ആരോടോ തർക്കിക്കുന്നത് കേട്ടു. എന്തൊരു കഷ്ടാണ്. അതാ സ്കൂളിന്റെ മതില് പെയിന്റ് അടിച്ച് ചിത്രം വരയ്ക്കുന്നത്. അത് മുടക്കാനാ പ്ലാൻ. അല്ല, നിങ്ങളുടെ വഴിയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ? ഏത് വഴി? ഇവന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാ. ഒരു കുഴപ്പമില്ല. ഒരു പ്രാവിന്റെ മുമ്പ് വഴിയിലേക്ക് ചാഞ്ഞ് കിടക്കുന്നുണ്ട്. അതൊന്ന് മുറിച്ചു മാറ്റിയാ. അവര് മുറിച്ചൊന്നും തരണ്ട. മുറിക്കലൊക്കെ ഞങ്ങൾ മുറിച്ചോളൂ. നമ്മുടെ നാട്ടിലെ എല്ലാ വഴികളും നന്നായി. ഇനി ആ ഒരു വഴി മാത്രം നന്നാവാൻ. അതിന് നിങ്ങളുടെ നാട്ടുകാരെ പറഞ്ഞാൽ മതിയല്ലോ. വരുന്നുണ്ടല്ലോ ശകലം മുടക്കിയമ്മ. എന്താണ് എല്ലാരും വന്നോ? എന്താ വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെന്താ പ്രശ്നം? പറയ്, എന്താണ്? അതെ, ഇവന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലെ നിങ്ങളുടെ അനന്തരവന്റെ വീട്ടിന്റെ മുറ്റത്തുനിന്ന് ഒരു പ്ലാവിന്റെ കൊമ്പ് വഴിയിലേക്ക് ചാഞ്ഞു കിടപ്പുണ്ട്. അതൊന്ന് മുറിച്ചു മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനെന്താ പ്രശ്നം? അതിനൊരു പ്രശ്നമില്ല. ആ കൊമ്പ് മുറിച്ചു മാറ്റിയ എല്ലാവർക്കും വഴി നടക്കുകയും ചെയ്യാം. വണ്ടി വേണമെങ്കിൽ അതിന് പോവാം. അത്രയുള്ളൂ. അതിനെന്താ, നമുക്ക് ശരിയാക്കാലോ. ഇപ്പൊ ശരിയാക്കൂ. അമ്മാവാണ് അരണ്ടവൻ കേൾക്കും. ഇയാൾ നല്ല മനുഷ്യനാണെന്നാ തോന്നുന്നത്. എന്നാലേ എന്താ പറയേ? അങ്ങനെ ആരും സുഖമായിട്ട് പോണ്ട. അത് ഞങ്ങൾ മറക്കും. അതിനൊക്കെ നമ്മളെ എതിർക്കും. ഒരു ഗുണമില്ലാത്തവൻ. ആരവരെ പെട്ടെന്ന് എത്തണ്ട. അതൊക്കെ ഞാൻ മുടക്കും. ഞാൻ കുടുംബക്കാർക്കില്ലാത്ത സൗകര്യം ആർക്കും വേണ്ട. എല്ലാം മുടക്കും. പറയുവാനേയും മുടക്കും, കൊമ്പൊരിക്കലും മുടക്കും. ഇപ്പൊ പോയ ചങ്ങായിന്റെ അനന്തരവനില്ലേ, അയാളെക്കാളും കഷ്ട. എന്റെ മോക്കെ സഹകരണ ബാങ്കിൽ അടിച്ചു വരുന്ന പണിക്ക് വേണ്ടിട്ട് ഒരു കത്ത് വാങ്ങാൻ പോയതാ ഞാന്. നീ അയാളുടെ വീട്ടിൽ ജോലിക്ക് പോകുന്നതല്ലേ? ഇതിപ്പോ എന്തായി? കിട്ടിയില്ലേ? ആ കിട്ടി. ഉറുപ്പി 25 ലക്ഷം ഞാൻ കൊടുത്തത്. ഉള്ള വസ്തു പണയം വെച്ചിട്ടാ ഞാൻ ആ പൈസ കൊടുത്തത്. നല്ല കാര്യം. അങ്ങനെയല്ലേ നമ്മുടെ രാജേട്ടനെയും മോനെയും ഇല്ലാതാക്കിയത്? അത് പിന്നെ നാട്ടിൽ പാട്ടല്ലേ. എന്നിട്ടിപ്പോ എന്തായി? അയാൾക്ക് വേണ്ടി കാശ് വാങ്ങി തിരിച്ചു കൊടുക്കാൻ ഗതിയില്ലാണ്ടായപ്പോൾ പാവം ആത്മഹത്യ ചെയ്തില്ലേ? അതൊന്നും അല്ല സങ്കടം. അയാളുടെ ബുദ്ധി ഒഴിക്കാത്ത മകനില്ലേ, അതിനെ കൂടി കൊന്നിട്ടാ അയാൾ ആത്മഹത്യ ചെയ്തത്. നല്ലൊരു ചെക്കനായിരുന്നു. അത് മാത്രം. ഇപ്പൊ കുറെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. പലരും കൊടുത്തത് വിളിച്ചു പറയാൻ തുടങ്ങിയിട്ടുമുണ്ട്. എന്തൊരു
ആ അത് വീട്, അതങ്ങനെ ഒരാള്. അതെ അതെ. അല്ല, നിങ്ങൾ ഇവിടെ നിൽക്കാണോ? ഇവിടെ അയച്ചുട്ടാന്റെ മോളുടെ മംഗലില്ലേ? പിന്നെ ഇല്ലാണ്ട് മറ്റന്നാളല്ലേ? എന്തായാലും ഇന്നെ പോയി കൂടണം. നിന്റെ മോളുടെ കല്യാണത്തിനെ 4 ദിവസം മുമ്പാ ഡ്രൈവർ വന്ന് കൂടിയത്. നിന്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞില്ലേ? ഓൾക്ക് കുട്ടികളായില്ല. ഓളിപ്പോ പെരയിലുണ്ട്, പ്രസവിച്ച് കിടക്കുക. എന്താ കുട്ടി? പെൺകുട്ടിയാ, 6 മാസായി. അമ്പിളീന ഞങ്ങൾ വിളിക്കണേ. നല്ല മിടുക്കി കുട്ടികളെ, അമ്പിളീന പോലുണ്ട്. ഇന്നാള് ഞാൻ കൈ നീട്ടി ചെന്നപ്പോ ചാടി വന്നു, കാക്കിന് കേക്കിന് പറഞ്ഞു. കണ്ണ് വെക്കാതടി. പിന്നെ ഞാൻ കണ്ണ് വെച്ച ഒന്നുമല്ല, അങ്ങനെ പറിച്ചു വെച്ച പോലുണ്ട്. എന്താ മീൻ? പിറക്കാൻ അയലുണ്ട്, എടുക്കട്ടെ? അയ്യോ മാത്രോ? അല്ല, മത്തി നത്തത് കോര കോര കോരേ. നത്തൽ എത്രയാ? നത്തത് കിലോ 150, മത്തി കിലോ 150, അയല 200, കോര 150. എന്നാ 1 കിലോ നത്തലെടുത്തോ. നത്തലാ നല്ലത്. തീരിട്ട് വെച്ചാ 4 ദിവസം കൂട്ടാം. എനിക്ക് 1 കിലോ അയല വീട്ടിലേക്ക് കൊടുത്തേക്ക്. കുടുംബം ഇട്ട് മുളക് ഇട്ട് കറി വെക്കാൻ പറഞ്ഞു പറഞ്ഞേക്ക്. ശരി ശരി, ഞാൻ കൊടുത്തേക്കാം. കല്യാണത്തിന് എന്താ സ്ഥിതി? അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ആയെന്നാ പറഞ്ഞത്. ആ പാവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം മോടെ നിൽക്കാം. നമുക്ക് എല്ലാവർക്കും കൂടി അത് ഗംഭീരമാക്കണം. അതെ, കല്യാണത്തിന് ഒരു 2000 രൂപ കടായിട്ട് തരണം. കല്യാണത്തിന് ഒന്നും കൊടുക്കാതെ എങ്ങനെയാ? തരാം. എനിക്ക് അടുത്ത 15 മടക്കി തന്നാൽ മതി. ഒരു കുറി അടയ്ക്കാനുണ്ടേ. 15 തരുന്ന ആക്കണ്ട, 10 തന്നെ തന്നേക്കാം. എന്നാ പിന്നെ പോവല്ലേ? ഇന്നത്തെ പോലെ കത്തിയും പറഞ്ഞ് സമയം കളയണ്ട. ഇവിടെ കാലി കിടന്ന പാദസരം എന്തിയടി? അത് കുളിപ്പിക്കുമ്പോ അഴിച്ചു വെച്ചതാ അച്ഛാ. കുളിപ്പിക്കുമ്പോ ഇനി അഴിച്ചു വെക്കണ്ട. ഞാൻ കുറി പിടിച്ചുണ്ടാക്കിയ മുതലാ. അതെന്റെ സുന്ദരീന്റെ കാലിൽ തന്നെ കിടന്നത്. ഇപ്പൊ ഇടിക്കച്ചാ. മുളകും പുളിയിട്ട് വറ്റിച്ച് വെച്ചിട്ടുണ്ടേ. ഇന്നത്തേക്ക് കുറച്ചെടുത്ത് ബാക്കി നാളെ എടുക്കാം. നല്ല പുളി പിടിച്ച് കിടക്കുമ്പോ ഇങ്ങനെ വേണം കഴിക്കാൻ. മോളെ, കുഞ്ഞിനെങ്ങതാ അച്ഛനെ നോക്കട്ടോ. നീ എന്തായാലും പെണ്ണെ ഇരുട്ടത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? രതീഷേട്ടൻ വരാന്ന് പറഞ്ഞിരുന്നു അച്ഛാ, ഇതുവരെ കണ്ടില്ല. അവൻ ഇത് വന്നോളൂ. ബൈക്കിലല്ലയോ വരുന്നത്? അല്ല, കാർ കൊണ്ട് വരാന്നാ പറഞ്ഞേ. ഞാനും പോയി നാളെ അങ്ങോട്ട് പോവാ. നീ വന്നിട്ട് 4 ദിവസമല്ലേ ആയുള്ളൂ. 2 ദിവസം കൂടി കഴിഞ്ഞ് പോയാ പോരെ? അയ്യോ, അത് പറ്റില്ല അച്ഛാ. വീട്ടിൽ രതീഷേട്ടൻ മാത്രല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ 3 നേരവും ഹോട്ടലിൽ നിന്നാ ഭക്ഷണം കഴിക്കുന്നേ. എന്നാ നീ പോ. എന്തായാലും അവനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ.
ആ ശരിയേ, മോൻ വന്നു കേട്ടോ. കയറിയിരിക്കടാ. നിന്നിട്ട് നാളെ തന്നെ പോണം. വേണച്ച, മൂന്ന് ഇവിടെ ഇരുന്നാൽ ഒന്നും ശരിയാവൂല. കൊച്ചിനെ കണ്ട് മതിയായില്ല. അതെന്താ, അവിടെ ഞങ്ങൾ മാത്രല്ലേ ഉള്ളൂ. അച്ഛനും അമ്മയ്ക്കും അവിടെ വന്ന് നിന്നൂടെ കുറച്ചു ദിവസം? അയ്യോ മോളെ, അത് പറ്റില്ല. കറുമ്പി പൈസ ഇന്നോ നാളെ കറുന്ന് പറഞ്ഞ് നിൽക്കുക. ഈ അമ്മ എന്ത് പറഞ്ഞാല് അവസാനം കറുമ്പിലെ വന്ന് നിൽക്കും. ആ നീ അങ്ങനെ കൊച്ചാക്കണ്ട. അവളെ പാല് വിറ്റ് മിച്ചം വെച്ച കാശ് കൊണ്ടാ നിങ്ങളുടെ കല്യാണം നടത്തിയത്. കണ്ടതാ, സ്വന്തം ഭാര്യനെ പറഞ്ഞപ്പോഴേ ഭർത്താവിന് പൊള്ളിയത് കണ്ടോ? ഒന്ന് കഴിക്കാൻ നോക്കി, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ഇതെന്റെ പൊന്നുമോളുടെ കാലം, എന്റെ പൊന്നുമോളുടെ, എന്റെ ചുണ്ടലിന്റെ കാലം.
എല്ലാം നമ്മൾക്ക് തരണം. അതെ, ഞങ്ങൾ ദുരന്തബാധിതരായ ആളുകൾക്ക് നിറയെ വീടുകൾ വെക്കും. കൊടുക്കുന്നത് മുടക്കണം. നമ്മൾ എത്ര മുടക്കാൻ നോക്കിയിട്ടെന്താ? വിവരമില്ലാത്ത ആളുകൾ മുഴുവൻ കൊടുക്കുകയല്ലേ. 100 വീടിന്റെ പൈസ ചെറുപ്പക്കാരുടെ സംഘടന കൊടുത്തേന്നു. നമ്മൾ ചെറുപ്പക്കാര് ഒന്ന് ഉഷാറാൻ പറയും. പറഞ്ഞിട്ടുണ്ട്, ഫണ്ട് വരുമെന്നാ പറഞ്ഞത്. വല്ല കണക്കുണ്ടോ? കണക്കൊക്കെയുണ്ട്. കണക്കാവാതിരുന്നാ മതി. ചിലവായി പോയിയും എഴുതിയാ മതി. इस देश में हम खाता है सभी प्रश्न परिहार हुआ എനിക്കൊരു കുട്ടിയെ തരൂ ആലോചിക്കാൻ. ഇത് ഞങ്ങൾ കൊറേ കേട്ടതാ. പലതും ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ഉറപ്പല്ലേ അയാളെ കുട്ടിയെ കൊഞ്ചിച്ച് അതിന്റെ കാശ് കേരളത്തിനോട് വാങ്ങുകയും ചെയ്യും. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞങ്ങൾ കൂടെയുണ്ട്. ഈ നാട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, അതെ, ഈ ചേർത്ത് പിടിക്കൽ അനുഭവിച്ചവരാ ഞങ്ങൾ എല്ലാവരും. സാമൂഹ്യക്ഷേമ പെൻഷൻ അർഹരായ മുഴുവൻ ആളുകൾക്കും നിറയെ കിട്ടുന്നുണ്ടല്ലോ. അതുമാത്രമോ, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിയമനിർമ്മാണം അടക്കം വന്നില്ലേ. അഭ്യസ്ത വിദ്യരായ വിദ്യാർത്ഥികൾക്ക് 1000 രൂപ വീതം തന്നില്ലേ. കന്യ പദ്ധതിയുടെ രോഗികളെ ചേർത്ത് പിടിച്ചില്ലേ. വീടില്ലാത്തവർക്ക് ലൈഫ് പദ്ധതിയുടെ വീടും സേഫ് പദ്ധതിയുടെ വീടിന്റെ സംരക്ഷണവും ഉറപ്പുതന്നില്ലേ. എത്ര ആളുകൾക്ക് പട്ടയം നൽകിയത് ഭൂമിയുടെ ഉടമകളാക്കി മാറ്റിയില്ലേ. എന്താ ഇപ്പൊ റോഡിന്റെയൊക്കെ ഭംഗി. രാത്രിയൊക്കെ പോകുമ്പോ കല്യാണ വീട്ടിൽ ലൈറ്റ് ഇട്ട പോലെയല്ലേ. എത്രയെത്ര സ്കോളർഷിപ്പുകൾ ഹരിതകർമ്മസേനയിലൂടെ ശുചിത്വം ഉറപ്പാക്കിയത്. വർഗീയ കലപങ്ങളില്ലാത്ത സുന്ദരമായ 10 വർഷങ്ങൾ. വർഗീയ കലപങ്ങളില്ലാത്ത സുന്ദരമായ 10 വർഷങ്ങൾ. അതെ, ഇത്ര കഴിവുകളോടെയുള്ള ഒരു ഭരണകൂടം വേറെ ഉണ്ടോ പ്രിയപ്പെട്ടത്? എന്നെ ചേർത്ത് പിടിച്ച, അല്ല നമ്മളെ ചേർത്ത് പിടിച്ച നമ്മുടെ ഭരണകൂടം ഒറ്റ മനസ്സായി ഒരുമയോടെ ചേർന്ന് നിൽക്കാം. കൈകൾ കോർത്ത് കരൾ ചേർത്ത് നമ്മളാവാം, മലയാളിയാവാം. നമുക്ക് തുടരാം പ്രിയപ്പെട്ടവരെ. ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതിരുന്നതാ, വീടിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതിരുന്നതാ, വീടിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതിരുന്നതാ, വീടിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. ഇതിലുമേറെ
കേട്ടിട്ടാണ് ഞാൻ ആദ്യം കുട്ടികളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആ ഭജനല്ലേ? അമ്മ എനിക്കറിയാം, എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട്. ആണോ? അനിയത്തിമാർ വന്നപ്പോൾ ഞാൻ കണ്ട്, എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ നിങ്ങളുടെ റീൽസ് കാണലുണ്ട്. ഞാൻ എവിടെയാ പഠിക്കുന്നത്? ഞാനിവിടെ +1 +2 പനമരത്തോ? യൂട്യൂബ് വീഡിയോ കണ്ടു ഈ വർഷമായിരുന്നു. കഴിഞ്ഞ വർഷം. അപ്പോൾ നമ്മുടെ പരിചയം ഉണ്ടാവുമല്ലോ. ഞാൻ സ്കൂളിലൊക്കെ വരാറുണ്ടായിരുന്നു. ആണോ? ഞാനവിടെ ബ്ലോക്ക് മെമ്പറായിരുന്നു മുമ്പ്. അതെ അല്ലേ? ആ സമയത്ത് ഞാനവിടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ തന്നെയാണ്. അത് സിനിമ കാണണേ. ഓ തീർച്ചയായിട്ടും. അതന്നെ ചേട്ടൻ സിനിമ കാണുന്നുണ്ട് പോയത്. ആ താങ്ക് യു. ഞാൻ ഒരു സഖാവാണ്. ആണോ? മരിച്ചാൽ നിങ്ങളെ പൂർത്തോ ചക്കാന്ന് പറയൂ. ആ ഇന്നലെ കുറേയുണ്ട്, ഇതിലൂടെ ജയിക്കണം. ഓക്കെ അഭിനോടെ എവിടെ ഇങ്ങയോ കാണുന്നില്ല. ഗായ്സ് എന്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ആളെ ഇപ്പൊ കാണുന്നില്ല. ഒന്ന് മിണ്ടിയായിരുന്നു. കുറെ പേര് വന്നിട്ട് ഇവിടുന്ന് നല്ല സപ്പോർട്ട് ഉണ്ട്. ഇവിടുന്ന് അല്ലേ? സപ്പോർട്ട് ഉണ്ട്. ഇന്നലെ കൂടോത്തുമ്പിൽ വെച്ചിട്ടായിരുന്നു, അവിടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഗായ്സ് നമ്മുടെ മാമാച്ചൻ മകൻ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. എനിക്ക് ആ തിരക്കിൽ ഇവരെ കാണിക്കാൻ പറ്റില്ല. ഹലോ 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 ഹലോ. ഓ ഇനിയിപ്പോ എന്താ നമ്മുടെ 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 പ്രോഗ്രാം ഒക്കെ ഭയങ്കര ഇഷ്ടമായി അല്ലേ? ഇഷ്ടമായില്ലേ? ഓ താങ്ക് യു സോ മച്ച്. ഓ താങ്ക് യു. പ്രോഗ്രാം ഇഷ്ടമായില്ലേ? താങ്ക് യു. അപ്പം അമ്മ വേർത്ത് വിളിച്ചോടെ നിൽക്കുവാണ് അതല്ലേ? ഹലോ ഇവിടെ എല്ലാവരും വൻ പണിയാണ്. അപ്പം ഞങ്ങളിത് ഇവിടെ അമ്മനെ സമാധാനിപ്പിക്കുകയാണ്. എവിടെ പോയി? എന്നിട്ട് ആളെവിടെ പോയി? ആളെ കാണുന്നില്ലല്ലോ. ആളോട് ഞാൻ ഹായ് പറഞ്ഞായിരുന്നു. ആണോ? കാണുന്നില്ല. കാഴ്ച ഫോൺ എടുക്കാം നമുക്ക് സെൽഫി എടുക്കാം. കാഴ്ച അങ്ങനെ നമ്മുടെ പനമരം പാലമാണ് കേട്ടോ. അത് കഴിഞ്ഞു. കലാചാരത്തെ അടിപൊളിയായിട്ട് ചെയ്തു. ഒരുപാട് പേര് നമ്മളോട് അപ്രിസിയേഷൻ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് വന്ന് ആ മണ്ടനെ എനിക്ക് കാണാനും പറ്റിയില്ല. ഭയങ്കര റഷായി പോയി ഗായ്സ് അതിൻ്റെ ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് ഞൊടിയിടയിൽ എല്ലാ കാര്യങ്ങളും വേഗം നടന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഗായ്സ് എല്ലാവരും ക്ഷീണിച്ചോ? അതാ ക്ഷീണിച്ചില്ല. അടുത്ത സ്ഥലത്തേക്ക് നമ്മുടെ പ്രോഗ്രാമിനായിട്ട് പോവാണ്. അടുത്ത് നമ്മള് അതത്രേ ഉള്ളൂ. നമ്മളിനി തേറ്റമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അതൊന്നും 2-4 നമ്മളെ എങ്ങോട്ടാ? അടുത്ത എങ്ങോട്ടാ പ്രോഗ്രാം ചെയ്യാൻ? 2-3-4 അപ്പൊ 2 3 4 2 3 4 ആ 3 4 അപ്പൊ 2-4 നമ്മൾ പോകുന്നത്. നമ്മൾ മാനന്തവാടിക്ക് പോകുന്ന വഴിക്കല്ലേ? നമ്മൾ മാനന്തവാടിക്ക് പോകുന്ന വഴിക്കാണ് ഗായ്സ് നമ്മുടെ 2-4 ഉള്ളത്. അപ്പൊ നമ്മളങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി അവിടെ എത്തിയിട്ട് നമ്മൾ ഇതേ കാര്യം തന്നെ നമ്മൾ വീണ്ടും അവതരിപ്പിക്കും. എന്തായാലും എനിക്കൊരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ കലാചാരം, നാടൻപാട്ട്, സംഗീത ശില്പം ഒക്കെ നമുക്ക് മുഴുവനും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ക്യാമറ ഹീറ്റായിട്ട് സ്ക്രീൻ ഓഫായി പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് വെയിലുമായിരുന്നു. നമുക്കറിയാലോ ഇപ്പോൾ ഭയങ്കര വെയിലല്ലേ. സത്യം പറഞ്ഞാൽ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ക്യാമറയ്ക്കൊന്നും പറ്റിയൊന്നുമില്ല. ഹീറ്റായി എന്നുള്ളൊരു പ്രശ്നം മാത്രം ഉണ്ടായിരുന്നു. വേറെ പൊട്ടിത്തെറിക്കുമെന്ന് ഓർത്ത് ഗൈസ്. സത്യമായിട്ട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഓ താങ്ക് യു ഗൈസ്. അപ്പോൾ അതെ നമ്മളിനി സ്പ്രൈറ്റ് കഴിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പ്രൈറ്റ് കഴിക്കാൻ. അല്ലേ അമ്മേ? നമുക്ക് ഇഷ്ടമല്ലേ? സ്പ്രൈറ്റ് ഇഷ്ടമാണ്, പക്ഷെ ഇത്ര തരിപ്പിൽ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ 2 വായും കൂടി ഷോ ഇങ്ങനെ പറയല്ലേ, എനിക്ക് വിഷമാവുന്നു. നമ്മളെ ഉള്ളിലാ കരയില്ല, പുറമേ കരയില്ല. ശരിയാ, നല്ല വിഷമാവുന്നു. നാളെയും കൂടെ
നാളെ ഒറ്റ ദിവസം കൂടി. നല്ല വിഷമമുണ്ട്. ഇന്നല്ലേ നമ്മള് സ്റ്റേ ഉള്ളൂ. നാളെ ഇവിടെ സ്റ്റേ ഉണ്ട്. നാളത്തെ സ്റ്റേ ഇല്ല. നമ്മള് നേരെ വീട്ടിലേക്കാണ് ഗായ്സ്. ഇനിയിപ്പോ നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ ഇനി ബിസി ആയിരിക്കും. എനിക്ക് 10,000 വ്ളോഗ് ഇട്ട് തീർക്കാനുണ്ട്. അടുത്ത തിരക്കാണ്. അയ്യോ, അതിനിടയ്ക്ക് വേറൊരു വള്ളി കയറി വന്നിട്ടുണ്ട്. അന്ന് നമ്മൾ ഷോർട്ട് ഫിലിമിൽ പോയിട്ട് എല്ലാം അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നേ. ഇത് നോക്ക്, ഇപ്പൊ എന്റെ കുറച്ച് സീൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇതേ ശനി ഞായറത്തേക്ക് വീണ്ടും വെച്ചേക്കുന്നു. ഉറക്കം കളഞ്ഞ് എല്ലാം കളഞ്ഞ് കഷ്ടപ്പെട്ട് പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് പിന്നെയും വീണ്ടും 2 ദിവസത്തേക്ക് അടുത്ത ഷൂട്ടിന് വേണ്ടി വെച്ചേക്കുന്നു. എനിക്ക് ചിന്തിക്കാൻ വയ്യ എൻ്റെ ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ പോകാതെ രക്ഷയില്ല. ഇനി അടുത്ത നാളെ വരാനാണ് അവർ പറഞ്ഞത്. പക്ഷെ നമുക്ക് കലാജാത കഴിഞ്ഞിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. നമ്മൾ അതിനു വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. നമ്മൾ 2-4 എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്നും പറയണ്ട, വണ്ടി ഇപ്പോൾ കിടക്കുന്നത് ഇങ്ങനെയാണ്. ഞങ്ങൾ അതുകൊണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങാൻ പോവാം ഗൈസ്. ഫോൺ ക്യാമറ നല്ല ഹീറ്റ് ആവുന്നതുകൊണ്ട് ക്യാമറ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. അടുത്ത 2 സ്ഥലങ്ങൾ നമ്മൾ പോകുന്നുണ്ട്. അവിടെ ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ വേഗം ഇറങ്ങട്ടെ ഗൈസ്. നമ്മളങ്ങനെ നമ്മുടെ സ്ഥലത്ത് 2-4 പ്രോഗ്രാം കഴിഞ്ഞത് അവിടെ അടുത്തൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയേക്കാണ്. നമ്മളിതേ വണ്ടിയൊക്കെ നിർത്തി നമ്മളിതാ ഇറങ്ങുവാണേ. ഇറങ്ങി അവസാനം ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അങ്ങോട്ടാ പോലും പോകണ്ടേ? ഇല്ല അതിലെയാ എവിടെയാ പോലും എങ്ങോട്ടാ പോണ്ടേ? ആർക്കറിയാം, ആരെയും കാണുന്നില്ല. ആരുടെയും പൊടി പോലും ഇല്ല. ഇത് ഏതാ സ്ഥലം? ഏതാ? 74, 34, 24 എന്നൊക്കെ സ്ഥലപ്പേരുകളല്ലേ? ആ 74 നമ്മളങ്ങനെ വെയിലത്ത് പോവാണ്. ക്യാമറ ചൂട് തട്ടിക്കഴിഞ്ഞാൽ ക്യാമറ അല്ലേ ഫോണൊക്കെ ഷാള അഴിച്ചു വെച്ച് ഞാൻ. ചൂടായ ആകെ അവസ്ഥയാണ് എൻ്റെ പൈസ. ഇത് ചൂടാമ്മേ. ഇത് എങ്ങോട്ടൊക്കെ എല്ലാവരും ഇപ്പോൾ ഏത് വീട്ടിലേക്കാണോ പോകുന്നത് നമ്മൾ? അയ്യോ, ആ ഷോളും കിടക്കാതിരുന്നാല്. ആന്നേ ഭയങ്കര വെയിലോട്ടോ. നിങ്ങൾ വെയിലത്ത് നിങ്ങൾ മാറി നടക്കട്ടോ. എന്തായാലും നനഞ്ഞു കുളിച്ച് കയറാം അല്ലേ? അതെ, സത്യം ഒന്ന് അടിച്ച് നനച്ചൊന്ന് കുളിക്കണം അല്ലേ? അല്ലേ? അതെ അതെ. ആദ്യം തന്നെ പോയിട്ട് ഒന്ന് നന്നായിട്ട് ഫേഷ്യൽ ചെയ്യണം. പിന്നെ അങ്ങോട്ടൊരു കുളി. ആഹാ, അടിപൊളി. ഒരു വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മള്. വീട്ടിൽ നല്ല ഫുഡ്, അടിപൊളി. ബട്ടർ ഫ്രൂട്ട് നമ്മൾ ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് കൈ കഴുകാം. ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനത്തെ വീട് കണ്ടിട്ടുള്ള. എവിടെയായാലും പോയാൽ പറ്റുമോ? ബാത്റൂം പോകണം. പുറത്തും ഉള്ളിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കിണർ കൈ ഇപ്പോൾ കഴുകുന്നുണ്ടല്ലോ. ആഫ്റ്റർ ഗോയിങ് ബാത്റൂം ദെൻ വി വാഷ് അവർ ഹാൻഡ്സ്. അല്ല, ബാത്റൂമിൽ പോയിട്ട് കൈ കഴുകിയാൽ പോരേന്ന്. ബാക്കിലാ? മമ്മ വാ ഇതിലേ. ബാത്റൂം ഇവിടെ നമുക്ക് തപ്പണം. അതോ ഗൈസ്, ഇവിടെ ബാത്റൂം ഉണ്ട് കേട്ടോ. പോയി മഹേഷ് ഭായ്. അത് കണ്ടോ ഗൈസ്? ഇവിടെ ഫുൾ കാപ്പി തോട്ടമാണ് ഇട്ടത്. ഇതെനിക്ക് കണ്ടിട്ട് തോന്നുന്നതേ ഇവിടെ മറ്റേ പാഷൻ ഫ്രൂട്ട് യെല്ലോ അല്ല, മറ്റേ ഒരു മെറൂൺ കളറുള്ളതല്ലേ, നല്ല മധുരമുള്ളത്. ആ പാഷൻ ഫ്രൂട്ടാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വീട്ടിൽ യെല്ലോ കളറുള്ള പാഷൻ ഫ്രൂട്ട് നിറച്ചും ചാക്ക് കണക്കിനുണ്ടായി. നമ്മൾ കടയിൽ വരെ കൊടുത്ത് ലാസ്റ്റ് അത് ഉണങ്ങിപ്പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ടൈപ്പ് പ്രാണി പാഷൻ ഫ്രൂട്ടിൻ്റെ തണ്ടിൽ ഇങ്ങനെ കുത്തിയിട്ട് ലാസ്റ്റ് ഇത്രയും വലുതായിട്ടുണ്ടാകുന്ന പാഷൻ ഫ്രൂട്ടായിരുന്നു. അത് ചെറുതായി ഇത്രയും കുഞ്ഞ് ബോളിൻ്റെ സൈസിലുള്ള പാഷൻ ഫ്രൂട്ട് വരെ വീഴാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് എടുത്തു. പാഷൻ ഫ്രൂട്ട് ഉണ്ടോ? പനിക്ക് ഏറ്റവും നല്ല സാധനമാണ്. പനി പിടിച്ചിരിക്കുമ്പം ഇതങ്ങ് നമ്മൾ കുടിച്ച അല്ലേ മമ്മേ? അതെ, പനി സാധനം നമ്മുടെ അടുത്തേക്ക് വരില്ലതേ. ബാത്റൂമിൽ പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ കഴിക്കല്ലേ ഫുഡ്. ഞാൻ ബാത്റൂമിൽ പോയിട്ട് മുട്ടപ്പഴത്തിൻ്റെ ചോട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. മുട്ടപ്പഴത്തിൻ്റെ മരല്ലേ ബട്ടർ. ഇതുണ്ടോ മുട്ടപ്പഴം നിറച്ച് കിടക്കുന്നുണ്ട്. അവിടെ നിലത്തൊരെണ്ണം കിടക്കട്ടെ. ചീത്തയാന്ന് തോന്നുന്നുണ്ടോ?
എനിക്കിഷ്ടം മുട്ടപ്പഴം. നല്ല മധുരം. പ്രാണിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്, വേണ്ട അതുകൊണ്ട്. നല്ല വീടിൻ്റെ തൊട്ടടുത്താണ് ഈ മുട്ടപ്പഴത്തിൻ്റെ മരമുള്ളത്. അത് ഓടിക്കുള്ള ആരുമുണ്ട്. സ്ഥലം വിടാട്ടോ. വേണ്ട ആ മരത്തിൽ ഒരുപാടെണ്ണം പഴുത്ത് നിൽപ്പുണ്ട് കൈസേ. ഇന്ന് എപ്പോഴാണ് വീഴുന്നില്ല. അത് ഞാനിപ്പോൾ എടുത്ത് കിളി കൊത്തിയിട്ടതായിരുന്നു കേട്ടോ. നല്ല മധുരമുണ്ടേ. മറ്റേ ബട്ടർ ഫ്രൂട്ടിൽ നിന്ന് വാരി തന്നെ മുട്ടപ്പഴം ജ്യൂസ് അടിച്ച് അടിപൊളിയാണ്. പക്ഷെ ഒറ്റ വലിക്ക് കുടിക്കണം. ഞാൻ എന്തോ ടൈപ്പ് കറയില്ലേ അവിടെ കള്ള. എനിക്ക് ബട്ടർ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പക്ഷെ നമ്മുടെ വീട്ടിൽ ബട്ടർ ഫ്രൂട്ടിൻ്റെ മരം ഉണ്ട്. പക്ഷെ ബട്ടർ ഫ്രൂട്ട് ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. എനിക്കാണ് ബട്ടർ ഫ്രൂട്ടിൻ്റെ ഷെയ്ക്ക് ഓർക്കുമ്പോൾ തന്നെ കൊതിയാവുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ കഴിക്കാനും ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഇത് ജ്യൂസ് അടിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ അതെ നമുക്ക് ബാത്റൂമിൽ പോവാട്ടോ. കഴിഞ്ഞോ? ഹലോ, ഞാനൂടി വരാമെന്നല്ലോ. എവരിവൺ ഈറ്റിംഗ് ഫുഡ്. ചെരുപ്പ് കട കടയിലേക്ക് ഞാനും കൂടി ചെരുപ്പ് വെച്ചിട്ടെ അല്ലേ. ഇറച്ചില്ലാട്ടാ. നമുക്ക് നോക്കാം നമുക്ക് എവിടെ നിന്ന് കഴിക്കാൻ പറ്റും. ഹായ് ഗായ്സ്, എല്ലാവരും അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുന്നു. ഇല്ല 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 കഴിച്ചോ. അയ്യോ എഴുന്നേക്കില്ലേ, ഇല്ല ഞങ്ങൾ കഴിച്ചോളാം. എവിടെ പാത്രം എവിടെയാ? അങ്ങനെ ആൾക്കാർ ശരി നമ്മളെ കഴിച്ചില്ല. രണ്ട് പ്ലേറ്റോടെ അതല്ലേ ഒരു പ്ലേറ്റ് ചൂടുണ്ട്. എന്തോ ഞങ്ങൾ അവിടെ ഇരുന്നോളാം. ചോറ് തട്ടാൽ ചോറില്ലേ? ഒരു പാത്രത്തിൽ മതിയില്ലേ മമ്മ? ഒരു പാത്രത്തിൽ പോരെന്നാ? ഈ പാത്രത്തിൽ പോരെന്നാ? ആ പ്ലേറ്റ് എവിടെ ഉള്ളേ? ആ അതല്ലേ മമ്മ. ഈ പ്ലേറ്റ് മതിയോ? ആ മതി. ഒന്ന് കഴുകട്ടെ ജസ്റ്റ്. ഇതല്ലേ? ഓ ഇത് ധാരാളം. അതന്നെ അയ്യോ കുഴപ്പമില്ല. പ്ലേറ്റ് തപ്പാൻ വേണ്ടി പോയിട്ടുണ്ട്. ബാത്റൂം പോയി പിടിച്ചു വെക്കാൻ പറ്റിയല്ല. കണ്ട പാത്രം എനിക്ക് കഴുകി തരുന്നു. എടുത്തോ? താങ്ക് യു. മതി 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 മതി. നെയ്ച്ചോറാ? സാധാ ചോറ് ഇത് മതി ഇത് മതിയോ? ചോറുണ്ട്. ആ ആയിക്കോട്ടെ, എടുക്കാം. അതിന് വേണമെങ്കിൽ എടുത്തോളാം. ആ അവിടെ നിന്ന് കഴിക്കാനാ? അയ്യോ അയ്യോ മതി, ഇനി വേണമെങ്കിൽ എടുത്തോളാം. ഓ ആയിക്കോട്ടെ. ആ നമ്മുടെ അടുക്കളയിൽ മോരുണ്ടല്ലോ. അപ്പുറത്ത് മോരിട്ടാ നോക്കിങ്ങളെ മോരുണ്ട്. കുറച്ച് ഫുഡ് കഴിക്കാണ്. അതുള്ളൂ. ഹലോ ഹലോ ഹലോ. അവര് സന്ധ്യ സന്ധ്യ അതെ 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 അതെ.
അതൊക്കെ പോയല്ലേ അടിപൊളി അടിപൊളി. നല്ല മണം, നല്ല മണം. അതെ അതെ അതെ, മൊഞ്ചിലിറങ്ങണം. അതെ അതെ, മൊഞ്ചിലിറങ്ങണം. അടിപൊളി. ആ ശരിയാ, പൗഡർ ഇട്ടപ്പോഴും സെറ്റ് ആയതല്ലേ? സത്യം അത് തന്നെ, അത് തന്നെ. അങ്ങനെ അത് തന്നെ. അതെയോ? അടിപൊളി ഫുഡായിരുന്നു, ഇഷ്ടായി. പോട്ടെട്ടോ, നീ എപ്പോഴേലും കാണാം. പറഞ്ഞിട്ടോ പോലെ ശരി. വീഡിയോ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് സൂപ്പർ ആയിരുന്നു, അടിപൊളി. ഒന്നും പറയില്ല. ഞാൻ വ്ളോഗറാ. സാധാരണ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഇവിടുന്ന് കഴിച്ചുപോയി. അവിടെ അടിപൊളി ഫുഡായിരുന്നു. ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കില്ല. ആ ആയിക്കോട്ടെ. ശരി, അടിപൊളി. സത്യ കഴിച്ചേ, ഫുഡ് കുറച്ച് അധികമായിട്ട് കഴിച്ചുപോയി. എനിക്ക് ആ ഉമ്മച്ചീനെ ഭയങ്കര ഇഷ്ടമായി അല്ലേ? പറഞ്ഞ കേട്ടോ, മുഞ്ചിൽ നടക്കണം, മുഞ്ചിൽ നടക്കണം. ഇത് ഇപ്പോഴൊരു മൊഞ്ചായത് അല്ല, ഒരു ഫ്രഷ് ലുക്ക് തോന്നുന്നില്ല. വേർക്കുന്നുണ്ട്, പക്ഷെ ഇല്ല, എല്ലാവരും വരാനില്ല. ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് നടക്കാണ്. നമ്മുടെ വണ്ടിയുടെ അടുത്ത് നമുക്ക് നടക്കാം കേട്ടോ. ഇവിടെ ഒരു അടിപൊളി കടയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മള് വണ്ടിയിൽ കയറുമല്ലേ മമ്മേ? ഹലോ ഹലോ, ആരില്ല, വേർത്തെല്ലാം പോകും. നല്ല മണല്ലേ? അതന്നെ, ഇപ്പോഴും ഫ്രഷ് ആയിരിക്കണം എന്നാ ഉമ്മച്ചി പറഞ്ഞ കേട്ടില്ലേ? എല്ലാവരും ടയേർഡായി, ഫുഡ് കഴിച്ച് ക്ഷീണിച്ചു പോയി. ഒന്ന് കേമായിട്ട് ഉറങ്ങിയ കൊച്ചമ്മേന്ന്. നെക്സ്റ്റ് നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഹലോ, എങ്ങോട്ടോ പോകുന്നുണ്ട്. നമുക്ക് പോകുമ്പോ കാണാം. കാഴ്ചകളെല്ലാരും ഇതേ ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ആ, ഒരു സന്നേക്ക് വേറൊന്ന് സെറ്റ് ആവും അമ്മ. വേണേ കഴിച്ചോ, ഒരു മാസം നൈറ്റ് കഴിച്ചു നോക്കാം ഗൈസ്. ഫുഡ് കഴിച്ചോടെ അതാക്കുമ്പോ സെറ്റ്. ശരിക്കും കോക്കോളയാണ് വേണ്ടത്, കോക്കോള അല്ലേ? എനിക്ക് സ്പ്രൈറ്റ് മതി. സ്പ്രൈറ്റ് മതി. ഇവിടെ ഇഷ്ടം ഒരു ഓറഞ്ച്. മിറാണ്ട എനിക്കാണ് ഇഷ്ടമല്ല. മാസയൊക്കെയാണ് പിന്നെ മിറാണ്ട. 4-ാം തീയതി അമ്പലപ്പുഴയിലെ നിങ്ങളെ അതിനൊരു കാര്യം ചെയ്യും. 4 അമ്പലപ്പുഴയിലും നമ്മള് ഓൺലൈൻ പോവാ അല്ലേ മമ്മേ? പോവാ. എന്റെ ദൈവമേ, നമ്മൾ അങ്ങോട്ടാ പോണേന്ന്. അയ്യോ, തിരച്ചെടുത്തിലേക്കോ? പാട്ടോ ഞാൻ പാടണം. വണ്ടി പാട്ട്
മമ്മയാണ് വെയിൽ മുഴുകുള്ളത്. നമ്മളിന്ന് പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാട്ടും കേട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് അല്ലേ മമ്മ? നമുക്ക് പാട്ട് വയ്ക്കട്ടെ. തേയിലത്തോപ്പിന്റെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പൊ എവിടെ നോക്കിയാലും നമുക്ക് തേയിലത്തോപ്പ കാണുന്നുണ്ട്. തേയിലത്തോട്ടം തേറ്റമല എസ്റ്റേറ്റ് ആണ് കഴിച്ചത്. എന്താണ് തേറ്റമല? എന്തിന്റെ തെറ്റാ? പന്നിയുടെ തെറ്റാ? അല്ല എന്റെ തെറ്റാ. നമുക്ക് തേയിലത്തോട്ടത്തിലൂടെയാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. തേയിലത്തോട്ടം അടിപൊളിയാണ്, നമുക്കൊന്നും പറയാനില്ല. നല്ല റെസിപ്പി ഉണ്ടോ? അയ്യോ അവിടെ ചെളിയാണോ? പൊളി ഇതേ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. ഇപ്പം നമ്മുടെ തേയിലത്തോട്ടം കൂടിയാണ് കാഴ്ച മുഴുവൻ യാത്ര. അത് കാണുന്നുണ്ടോ? മുഴുവനും തേയിലത്തോട്ടം. എവിടെ നോക്കിയാലും തേയില. ഉള്ളി തേയില. നമ്മൾ ആ കുന്നിന്റെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് വരുന്ന വ്യൂ ആണ്. സത്യം പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് എങ്കിലാണ് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ അല്ലേ? ഇത് മുഴുവൻ അതുണ്ടോ? ഇതൊക്കെ എന്താ സ്ഥലം? ഇതൊക്കെ എന്ത് സ്ഥലമേ? അങ്ങോട്ടേക്കൊക്കെ മുഴുവനും തേയിലത്തോപ്പിന്റെ തേയിലകളാണ്. എന്റെ മമ്മ ഇവിടേക്ക് സ്പ്രേയർ മെഷീനും സ്പ്രേയേഴ്സ്. അതാ വഴി തെറ്റുന്ന കാഴ്ച വന്ന്. ഉറപ്പ് എന്താണ് LDF? ഉറപ്പാണ് LDF. പാട്ട് നല്ലൊരു എന്താ പറയാ, നമ്മുടെ ഭക്തിഗാനത്തിന്റെ സ്റ്റൈലില്ലേ അതുപോലത്തെ ഒരു സ്റ്റൈലുള്ള ഒരു അടിപൊളി പാട്ട്. നല്ല രസമുണ്ട് കേൾക്കാൻ. എന്താണ് LDF? നമ്മുടെ വണ്ടിയെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. അയ്യോ നമ്മൾ വീണ്ടും വന്ന വഴി കൂടെ തിരിച്ചു പോവാണ്. എങ്ങോട്ടാണെന്ന് അറിയില്ല. എന്തായാലും എവിടെയല്ലേ ലാസ്റ്റ് എത്തും അതറിയാം. സന്തോഷിച്ചുട്ടോ? നമുക്കൊന്ന് നോക്കാം എന്താവോന്നറിയില്ല. അയ്യോ ഇതൊക്കെ ഏത് വഴിയാണ് മമ്മേ? വഴികൾ പിടിച്ച് പിള്ളേർക്കൊക്കെ സന്തോഷായി. ശരി, നമ്മുടെ അവിടെ അതിലൂടെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ പോയി നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേ? സന്തോഷമാണ് നമ്മളിപ്പോ ഇവിടെ ഉള്ള കുറെ പേരൊക്കെ മുഖത്ത് കണ്ടിരുന്നേക്കുക. വണ്ടി വണ്ടി പോകും. അടിപൊളി. ഇപ്പൊ എങ്ങനെ അങ്ങോട്ട് പോകുമ്പോ അവസ്ഥ മുകളിൽ കരണ്ടിന്റെ വള്ളിയാണ് അവിടെ കട്ടി വള്ളി. എന്റെ അവസ്ഥയാണ് കേട്ടോ. അതാ പൈപ്പ് വലിച്ചിട്ടുന്നുണ്ട്. പൈപ്പ് വലിച്ചിട്ട് അപ്പൊ അതിനാളെ പൈപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇവിടെ. ഹലോ എല്ലാ കുഞ്ഞുങ്ങളും കൂടുതൽ കരണ്ടല്ലേ മൊത്തം കരണ്ടാണ്. എവിടെയോ കരണ്ടിന്റെ പള്ളി കണ്ടില്ലേ? താഴേക്ക് ചാൻ നിൽക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി തട്ടിയാൽ റെഡി ആയിട്ടുണ്ട്. അതാ
അതാ അതോ എന്താ പറയാ ഈശ്വരാ. ഇതിലെ വരവും പോക്കൊക്കെ കണക്ക് തന്നെ. വീട്ടിലെ റോഡുള്ളത് തന്നെ വലിയ ഭാഗ്യ അല്ലേ മമ്മേ? അവസ്ഥയാണ്. നേരത്തെ അവിടെ കണ്ട താത്തയാണ് നമ്മൾ ഇവിടെ കണ്ടിരിക്കുന്നത്. ഇവിടെയോ? ആ പാട്ട് വെക്കാൻ. പൈലറ്റ് ഡ്രസ് ഇട്ട പ്രേതം. അമ്പലോ? ശ്രീ ഭഗവതി ക്ഷേത്രം തേറ്റമല എസ്റ്റേറ്റ്. ഓ അപ്പൊ കാപ്പി മറ്റേ കാപ്പി അല്ലല്ലോ. ഇവിടെ നമ്മള് കളിക്കാൻ പോകുന്നത്. ഓ എന്റെ കാഴ്ച. നമ്മുടെ ദേവീന്റെ അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് തോന്നുന്നു. അപ്പൊ ഇത് നമ്മുടെ തേയില എസ്റ്റേറ്റ് ആണ്. തേയില എസ്റ്റേറ്റ്. ഇവിടെ ഇവിടെ ആൾക്കാരൊക്കെ വരുമോ പോലും അറിയില്ല. നമുക്ക് നോക്കാം. നമ്മളിവിടെ ഇറങ്ങേണ്ട വരും കേട്ടോ. അപ്പൊ ലെക്സ് ഇറങ്ങൽ നമ്മുടെ ആട്ടോ ഇങ്ങനത്തെ ഒരു ഫ്ലെക്സ് കണ്ടിട്ടുണ്ടാകുന്നത്. ഈ വെയിലത്തുള്ള നല്ല രസമുണ്ടല്ലോ. എന്ത് രസമല്ലേ കാണാൻ. കണ്ണും കൊണ്ട് കാണുന്നതിനേക്കാളും രസമില്ല ഗൈസ്. ഇപ്പൊ നമ്മളിപ്പോ തേറ്റമല എന്നുള്ള സ്ഥലത്താണുള്ളത്. നമ്മള് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഇവിടുത്തെ പ്രോഗ്രാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇടയ്ക്കൊന്ന് ഫോൺ എടുക്കാനുള്ള ക്യാമറ എടുക്കാൻ സമയം കിട്ടില്ല. മാത്രമല്ല ഭയങ്കര വെയിൽ വന്നു. ഇപ്പൊ വെയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇത് ഒരുപാട് ആൾക്കാർ ഇവിടെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അടിപൊളി സപ്പോർട്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ കണ്ടില്ലേ മുഴുവനും തേയിലത്തോപ്പാണ് കേട്ടോ. അപ്പം ഇവിടെ എല്ലാവരും ചായ കുടിക്കുന്നതിലാണ്. കണ്ടില്ലേ എല്ലാവരും ചായ കുടിക്കണം. അല്ല എൻ്റെ ചായ ഇവിടെ ഉണ്ടായിരുന്നു. ഹലോ എന്താ ചായ എന്നാ കുടിച്ചു? ആഹാ നല്ല ആൾക്കാരാ. ചായ കുടിക്കാം. ജോവാനാണ് എന്നെ വിടുന്നില്ല. ബിക്കോസ് ഇവിടെ തേയിലത്തോപ്പല്ലേ വീഡിയോ എടുക്കാൻ വാന്ന് പറഞ്ഞ ഒരേ ഷാടി തന്നെ ഷാടിയാണ്. അപ്പം ഞാൻ എന്താക്കി അമ്മ ഇവിടെ തേയിലത്തോട്ടത്തിലേക്ക് പോയിട്ട് വീഡിയോ എടുക്കാൻ നടത്താം. അടിപൊളി സ്ഥലം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത നല്ല സ്ഥലമാണ്. വാ ഞാൻ എല്ലാവരും കാണിച്ചു. എല്ലാ ഗായ്സിനെയും കാണിച്ചു. ഓ എൻ്റെ ഗായ്സ് ഇവിടെ വന്നിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. തേയിലത്തോട്ടത്തിലേക്ക് വന്നിട്ടൊരു വീഡിയോ എടുക്കണം എന്നുള്ളത്. അതെന്തായാലും അടിപൊളിയായിട്ട് നടന്നു. ഓമ്പാ അടിപൊളി. ഇവിടെ ദേവീൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ. ഞാനത് പറഞ്ഞില്ല. നമ്മുടെ ദേവീൻ്റെ അമ്പലം. അതേ ഫോട്ടോ നമ്മുടെ വീട്ടിലിരിപ്പുണ്ട് ദേവീൻ്റെ അല്ലേ മമ്മേ? ഇപ്പോൾ കണ്ടില്ലേ നമ്മളെല്ലാവരും തേയിലത്തോട്ടത്തിൽ നിൽക്കാണ്. ഓ അടിപൊളിയില്ലേ. കൂടെ സൺലൈറ്റും കൂടി ഒരു രക്ഷയില്ല. അടിപൊളിയില്ലേ മമ്മേ? സൂപ്പർ. അമ്മ ഒരു വീഡിയോ എടുത്താൽ പിടിക്കും. ഞാൻ ഓടി വരുന്നു കേട്ടോ. ഇവിടെയാണ് ഞെക്കണ്ടേ ഈ മുകളില്? എവിടെയാണുള്ളത്? തേയിലത്തോപ്പിൽ. ഇതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കിടക്കണം. ഇതാണ് നമ്മുടെ തേയില ഇല, നമ്മുടെ ചായ ഇല. ചായ അപ്പം ഉണ്ടാക്കുന്നതുണ്ടോ? അതാണ് ചായ ഇല. ഇതിൻ്റെ പിഞ്ചാണ് നമ്മൾ തിളപ്പിച്ചല്ലാതെയും കുടിക്കാം. ഗ്രീൻ ടീ ആയിട്ട് കുടിക്കാം. അല്ലാതെ നമുക്ക് ഉണക്കി പൊടിച്ച് ചായ ആക്കാം. ഇതുണ്ട്. ഇതാണ് ഇതിൻ്റെ കായ എന്ന് പറയുന്നത്. വലുതാവും കേട്ടോ. കയ്പാ കടിച്ചു നോക്കിയോ? ഞാൻ കടിച്ചു നോക്കില്ല. ചായൻ്റെ ഒരു ചുവയുണ്ട്. ഇത് ഇച്ചിരി ചവച്ചരച്ചിട്ട് ഇച്ചിരി വെള്ളം കുടിച്ചാൽ പറയാം. ചായ ആയില്ലേ? അടിപൊളി. നല്ല കാറ്റും എന്ത് രസമല്ലേ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല രസം. അടിപൊളി. ഫുൾ എസ്റ്റേറ്റ് ആൾ നിറഞ്ഞു നിൽക്കുക. ഇപ്പം നമ്മളിവിടെ ഒരു കാര്യം നോട്ട് ചെയ്തത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തേയിലേൻ്റെ പൂവ്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് തേയിലേൻ്റെ പൂവ് കാണുന്നത്. ഇതാണ് തേയിലപ്പൂവ്. അതാ വിളിക്കുന്നുണ്ട്. നമുക്ക് ഫോട്ടോ ഞങ്ങൾ എത്തില്ല. കുഴപ്പമില്ല. ഫോട്ടോ ഞങ്ങൾ സിംഗിളായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വിളിച്ചിട്ടുണ്ട്. വേഗം അത്രപ്പെട്ട് എന്തൊക്കെയോ കാണിച്ച് വീഡിയോ എടുത്തിട്ട് നമ്മളിതേ പോവാണ് കേട്ടോ. അതെ നമ്മുടെ വണ്ടിയൊക്കെ ഇത് ഇവിടെ തയ്യാറായിട്ട് കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ ദേവീ ക്ഷേത്രം. ആയിക്കോട്ടെ.
ദേവി ശ്രീ ഭഗവതി ക്ഷേത്രം എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ തേറ്റമല. എന്തായാലും പൊളിച്ചുവിടെ നമ്മൾ. അതെ അതെ നമ്മളിവിടെ പൊളിച്ച് തകർത്ത് തിമിർത്ത് ഇല്ലാതാക്കി. മക്കളെ അതെ 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 അതെ. ഓക്കേ ഹലോ ഹലോ കിട്ടിയോ? ഒന്നുകൂടി. അമ്മേ എന്തായാലും ആവി എടുത്തിട്ട് രക്ഷയില്ല കായ്സൊന്നും. പച്ച വെള്ളത്തിൽ പോയി ചാടി അത്രയും സമാധാനം നോക്കാനേ. ഇപ്പൊ പുഴയെ ചാടാൻ തോന്നുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യും. അപ്പൊ എന്തായാലും ഇവിടുത്തെ നാട്ടുകാരൊക്കെ അടിപൊളി സപ്പോർട്ടായിരുന്നു. നാട്ടിലുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷമായി. എല്ലാവരും ചായ ഒക്കെ കുടിക്കണം. എല്ലാവരോടും നമ്മള് ബൈ ബൈ. പൈപ്പില്ലാതെ അപ്പുറത്ത് കടക്കാൻ പറ്റാത്ത അവസ്ഥ. അതെ അതെ മുമ്പോട്ട് പോകൂല അങ്ങനെ. എന്താ ആണോ? ആ അപ്പൊ കുഴപ്പമില്ല അല്ലേ. എന്തായാലും അടിപൊളിയായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടമായി. കലാജാഥയിൽ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടെ തന്നെയാ അല്ലേ? കാരണം എല്ലാവരും നല്ല സപ്പോർട്ടുള്ള ആൾക്കാരായിരുന്നു. നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു. പ്രോത്സാഹിപ്പിച്ചാൽ നമുക്ക് ചെയ്യാൻ തോന്നുള്ളൂ അല്ലേ മമ്മ? അതാ പൈപ്പിന്റെ ആവശ്യകത വീണ്ടും നമുക്ക് വന്നിരിക്കുകയാണ്. അയ്യോ അയ്യോ അവസ്ഥയാവോ? പൈപ്പും കൊണ്ടുള്ള അഭ്യാസമാണ് കഴിച്ചത്. വഴി തുറന്ന ഭരണമേ ഇരുളടഞ്ഞ വഴിയിൽ നിന്ന് ഒരു സ്ഥലത്ത് കൂടെ ഉണ്ട്, ഇനി അപ്പുറത്ത് കൂടെ ഉണ്ട്. വഴിക്കേക്ക് കറണ്ട് കമ്പി കിടന്നിട്ട് ആകെ അവസ്ഥ ചാഞ്ഞാണ് കഴിച്ച് കിടക്കുന്നത്. വന്നപ്പോഴും തന്നെ പോയപ്പോഴത് ഗായ്സ്. അപ്പൊ നമ്മള് വെള്ളമുണ്ടാന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങുവാണ്. അപ്പൊ ഇത് ഞാൻ ക്യാമറ പ്രോപ്പർട്ടി ആയിട്ട് എടുക്കും. ഇവിടെ നന്ദുമാൻ ഉറങ്ങിപ്പോയി. ഓനോ വാട്സ്ആപ്പ് ബ്രദർ ഉറങ്ങിപ്പോയി ഗായ്സ്. ഷാളതല്ലേ. അപ്പൊ നമ്മള് ഇറങ്ങാൻ പോവാണ്. വണ്ടി വരുന്നുണ്ടോ നോക്കണം നമുക്ക്. അഴിവിനൊത്ത് പണിയണം, ചെലവിനൊത്തെടുക്കണം, മിച്ചമുള്ളതോ പകുത്ത് പങ്കുവയ്ക്കണം. ഞാനുമില്ല നീനുമില്ല നമ്മളാകണം, നമുക്ക് നമ്മളെ പകുത്ത് പങ്കുവയ്ക്കണം. പ്രണയമേ കലഹമേ, പ്രണയമേ കലഹമേ, പ്രകൃതി സ്നേഹമേ, നിനക്കു എന്ന പേരിടുന്നതാണ് മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം, പുല്ലിനും പുഴുവിനും ഗായ്സ് അപ്പൊ ബാക്ക് സ്റ്റേജിലാണ് ഗായ്സ് ഉള്ളത്. ബാക്ക് സ്റ്റേജിലെ കാര്യങ്ങളാണ് ഗായ്സ് നമ്മളിത് കാണാൻ വേണ്ടി പോകുന്നത്. കൊച്ചിനെ സന്ധ്യയിലേക്ക് പുറത്തു കൊണ്ടുപോയല്ലേ? ഇല്ല അമ്മേ, ഞാൻ ഇവിടെ നിന്നേ ഉള്ളൂ. ഇതെന്താ വരാത്തെ? ഇവിടെ കാര്യം കിടന്ന പാദസരം എത്തിയടി. അത് കുളിപ്പിക്കുമ്പോ അഴിച്ചു വെച്ചതാ അച്ഛാ. കുളിപ്പിക്കുമ്പോ ഇനി അയച്ചു വെക്കണ്ട. ഞാൻ കോഴി പിടിച്ചുണ്ടാക്കിയ മുതലാ. അതെന്റെ സുന്ദരിയുടെ കാര്യം തന്നെ കിടന്നത്. ഇപ്പടി
ഇന്നത്തേക്ക് കുറച്ചെടുത്തു, ബാക്കി നാളെ എടുക്കാം. നല്ല പൊടി പിടിച്ച് കിടക്കണോ? ഞാൻ വേണം കഴിക്കാൻ. മോളെ കുഞ്ഞിനെങ്ങാ അച്ഛൻ നോക്കട്ടോ. ഗൈസ് ബാക്ക് സ്റ്റേജിലെ ഞങ്ങളുടെ പ്രകടനങ്ങളാണ് ഗൈസ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ എന്താണ് ഈ പെണ്ണ ഇരുട്ടത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? പറഞ്ഞിരുന്നു അച്ഛാ. ഇതുവരെ കണ്ടില്ല. അവനിത് വന്നോളൂ, ബൈക്കിലല്ലേ വരുന്നത്? അല്ല, കാറുകൊണ്ട് വരാന്നാ പറഞ്ഞേ. ഞാനും മോള് നാളെ പറഞ്ഞാല് അവസാനം കറമ്പിലെ വന്ന് നിൽക്കും. ആ, നീ അങ്ങനെ കൊച്ചാക്കണ്ട. അവളെ പാല് വിറ്റ് മിച്ചം വെച്ച കാശ് കൊണ്ടാ നിങ്ങളുടെ ആ കല്യാണം അടക്കം നടത്തിയത്. കണ്ടാ സ്വന്തം ഭാര്യനെ പറഞ്ഞപ്പോഴേ ഭർത്താവിന് പൊള്ളിയത് കണ്ടോ? ഒന്ന് കഴിക്കാൻ നോക്കി, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. അമ്മാരോട് വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ 19 മരണം റിപ്പോർട്ട് ചെയ്തു. ഒരു മണിക്ക് വളരെ രണ്ടാമത്തേത് ചൂരൽമല സ്കൂളിന് സമീപം 4 മണി വരെയായി 43 തവണ ഉരുൾപൊട്ടി. വീടുകളും സ്കൂളുകളും തകർന്നതായി വീടുകളിൽ വെള്ളം ചെളിയും ഉരുൾപൊട്ടൽ സാധ്യത ഇന്നലെ രാത്രി എത്ര സന്തോഷമുള്ള ദിവസമായിരുന്നു. ഇതെന്റെ പൊന്നുമോളുടെ കാലം, എന്റെ പൊന്നുമോളുടെ എന്റെ ചുങ്കയുടെ കാലം. കൂട്ടി വെച്ച് എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞു. എനിക്ക് വയ്യല്ലോ. അവളുടെ കുട്ടി ഞങ്ങളുടെ രാജകുമാരി, ഞങ്ങളുടെ രാജ എന്റെ കാര്യം നമ്മളങ്ങനെ നമ്മുടെ കലാജാഥ പൊടി പൂരമാക്കി നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ക്യാമറയ്ക്കാണെങ്കിൽ ചാർജും ഇല്ല. ഇന്ന് ഒരുപാട് വീഡിയോസ് നമ്മൾ ധാരാളത്തിന് എടുത്തിട്ടുണ്ട് അല്ലേ അമ്മേ? ഫുൾ വീഡിയോ നമ്മുടെ കലാജാഥൻ്റെ എടുക്കുന്നത് തന്നെ അല്ലേ അമ്മേ? അതെ, എല്ലാവരും കാര്യം എടുക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഫുൾ വീഡിയോ നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ പറ്റിനെ വിളിച്ചത്. അവർ വന്ന കാരണം വീഡിയോ കിട്ടി. പാവം അവര് അതെ 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 അവര് ക്ഷീണിച്ചു, വെയിൽ കൊണ്ട് ആകെ ക്ഷീണിച്ചു, എല്ലാം കൊണ്ട് നമ്മളും ക്ഷീണിച്ചു. പാവം നമ്മള് വെള്ളമുണ്ടല്ലേ സ്ഥലത്ത്, വെള്ളമുണ്ടയിൽ കൂടി ഞങ്ങൾ നടന്നു പോവാണ് ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി. നമ്മൾ കലാജാഥ ചെയ്യുന്നതിൻ്റെ തൊട്ട് ബാക്കിലൊരു ഹോട്ടലുണ്ടായിരുന്നു, അവിടെ നിന്നാണ് തോന്നുന്നു ഭക്ഷണം കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു കാര്യം ചെയ്യാം, അങ്ങോട്ടേക്ക് നടക്കാം കേട്ടോ ഗൈസ്. നമ്മൾ കലാജാഥ ചെയ്ത് ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ അടുത്തുള്ള ഹോട്ടലിൽ ചാടി കയറിയിട്ടുണ്ട്. കഴുകാട്ടോ ഗൈസ്.
കഴുകണോ കഴുകണം? ഹലോ ഹലോ കഴുകാം, ഹലോ പോരെ, ഹലോ. ഇതേ കൈ കഴുകാൻ കയറും. അയ്യോ എൻ്റെ കാലൊടിച്ചത് എന്തിനാ? ഹായ്. നമ്മൾ കഴിവാണ്. എന്തായാലും സത്യമായിട്ട് നല്ല അഴുക്കുകളുണ്ട് അല്ലേ മമ്മ? വാ എവിടെ ഇരിക്കും ഗൈസ്? ഹായ് ഗൈസ്, ഹലോ ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ ഒന്നും കൊണ്ട് വരത്തില്ലേ? നമുക്ക് ഫുഡ് കഴിക്കാട്ടോ. നമ്മളിത് അവിടെയാണ് ഇരിക്കുന്നത്. സീറ്റ് ഫുഡ് കഴിക്കാനുള്ള മൂടില്ല. മൂടൊക്കെ പോയി. പക്ഷേ അപ്പം ഞാൻ പിന്നെ എന്തിനാ? അപ്പം എല്ലാവരും മോസ്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാനും കഴിക്കാൻ പോവാ. എനിക്ക് പിന്നെ ഇത് മതി. പറഞ്ഞു വന്നോ. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോകും. പുതിയ സ്ഥലം എങ്ങനെയാണെന്നോ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അടുത്തുണ്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ മോശമായിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു. നമ്മളങ്ങനത്തെ ഒരു വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതേ ചെരുപ്പ് വെച്ചിട്ട് വീട്ടിൽ കയറാൻ പോകണം. നമുക്ക് സ്റ്റേ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. കഴിച്ചിടല്ലേ? അത് ഞങ്ങൾ കിടക്കോ നോക്കിട്ട് ഡോർ അടച്ചാ പിന്നെ ഇങ്ങോട്ട് എടുത്തത്. കുഴപ്പമില്ല. ബാത്റൂം ഒരിപ്പം കൽപ്പറ്റ പോയി വന്നതാ. മോസ്റ്റ് ടയേർഡായി ഗൈസ്. ഇതാ വിളിക്കുന്നേ. അപ്പം നമ്മളിത് ഇവിടെ വയ്ക്കാല്ലേ ബാഗ്? ഇവിടെ വയ്ക്കാല്ലേ? ഇവിടെ വെച്ചാലോ? അയ്യോ ബാഗ് ഉണ്ടായി വരുമോ ദിവസം ചിലത്. അപ്പം ഇരുന്നിട്ടുണ്ട്. നമ്മളിനി ഫ്രഷപ്പ് ആവണം. നമുക്കുള്ള റൂമൊക്കെ വരെ കാണിച്ചു തരുമായിരിക്കും. നമുക്ക് ഇവിടെ ഇരിക്കാൻ ഗൈസ്. അപ്പം നമുക്ക് ഒരു റൂം വിശാലമായി തന്നിട്ടുണ്ട് അല്ലേ? ഇവിടുത്തെ അങ്കിളിൻ്റെ മോളുടെ റൂമാണ് എന്നാണ് തോന്നുന്നത്. അവിടെ നമുക്കിപ്പോൾ ഈ ഒരു രാത്രിക്കത്തേക്ക് വേണ്ടിയിട്ട് വിട്ടു തന്നിട്ടുണ്ട്. എനിക്ക് ഈ റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കണ്ണാടിയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ റൂമിൽ വേണ്ടതാണ് ഇങ്ങനത്തെ ഒരു കണ്ണാടി. കാരണം നമ്മൾ ഇടുന്ന ഔട്ട്ഫിറ്റൊക്കെ മുഴുവൻ കാണാനായാലും പുതിയ റീൽസ് എടുക്കാനായാലും നമുക്ക് ഇങ്ങനത്തെ ഒരു കണ്ണാടി വേണം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കയറിക്കൂടലിൽ ഞാൻ നിങ്ങളെ വിളിക്കുമ്പം ആരെങ്കിലും ഒരാളെനിക്ക് ഇങ്ങനത്തെ ഒരു കണ്ണാടി കൊണ്ടുവന്നാൽ മതി അല്ലേ? എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഫർണിച്ചർ പോയി വാങ്ങണ്ട. ഓരോരുത്തർ വരുമ്പോൾ ഓരോന്നും കൊണ്ടുവന്നോ. എന്ത് അതെ സ്ട്രെയിറ്റ്നറല്ലേ? അവിടെ ടിഷ്യൂ ഉണ്ടല്ലോ അല്ലേ? ഒരു ടിഷ്യൂ എടുക്കട്ടെ. എന്താ അറിയോ, എൻ്റെ മുഖത്ത് പിമ്പിൾ പൊട്ടിയിട്ട് ആകെ കൈസേ. ഇത് കണ്ടോ? കാണുന്നുണ്ടോ? ഇതാ അതെ ഇതാ കണ്ടോ? ബ്ലഡ് വന്നിരിക്കുന്നുണ്ടോ? ആകെ സീന്. കാരണം മുഖത്ത് പിമ്പിൾസിൻ്റെ നിങ്ങൾക്കറിയാലോ. അതന്നെ അവസ്ഥ നിറച്ച് പിമ്പിൾ. സിമ്പിൾ പിമ്പിൾ. ഇനിയിപ്പോൾ ഫ്രഷ് ആവാനൊക്കെ നമുക്കുണ്ട്. നമുക്ക് വേഗം പോയിട്ട് ഫ്രഷൊക്കെ ആവട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് എന്തായാലും കിടിലനാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ തോന്നുക അല്ലേ? എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് പറ്റുന്നൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും അമ്മേനെ അടിപൊളിയായിട്ട് ഉറങ്ങാൻ പോവുകയാണ്. ഫ്രഷ് ആകുമ്പോഴാണ്. ക്യാമറയ്ക്കാകെ 18% മാത്രമേ ചാർജ് ഉള്ളൂ. ഇവനൊന്ന് ചാർജ് ചെയ്തിടണം. നാളെ എന്തായാലും ഞാൻ വ്ളോഗ് എടുക്കുന്നില്ല. നാളത്തെ കഴിഞ്ഞ സമാപനമാണ്. അപ്പോൾ നമുക്ക് നാളത്തെ കഴിഞ്ഞ് വ്ളോഗ് എടുക്കാമെന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിനി മോസ്റ്റായിട്ട് നമ്മളിനി ഫ്രഷായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ മമ്മേ? ആണോ അല്ലേ? അപ്പം ഞങ്ങളിന്ന് ഫ്രഷ് ആവുന്ന പരിപാടിയൊക്കെ നോക്കട്ടെ അല്ലേ? അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയിലൂടെ കാണാൻ ഗൈസ്. ഇന്നത്തെ കലാജ്യോതിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പം നമ്മുടെ കലാജ്യോതി തീരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമാകുന്നുണ്ട്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അപ്പം ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് അടുത്ത സൂപ്പർ കൂൾ വ്ളോഗിലൂടെ വീണ്ടും കാണാം അല്ലേ മമ്മ? എല്ലാവർക്കും ബൈ ബൈ.